നമ്മൾ യുദ്ധം തുടങ്ങുമ്പോൾ ഞാനിപ്പോൾ 3 പ്രാവശ്യമായിട്ട് അവിടെ പോകുന്നു. 3 പ്രാവശ്യം ഗസയിലേക്ക് പോയിട്ടുണ്ട്. ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുകയില്ല. ഒന്നും വെള്ളമില്ല, പൈപ്പ് ലൈൻ ഇല്ല, അങ്ങനെ സംഭവമൊന്നുമില്ല. അപ്പോൾ ഈ ടോയ്ലറ്റ്സ് മിക്കവാറും ഒക്കെ നടത്തുന്നത് ഈ ഓർഗനൈസേഷൻസ് നടത്തുന്നത്. ഒരു ടോയ്ലറ്റിലൊക്കെ ഒരു 1500 2000 പേരൊക്കെയാണ് ഒരു ദിവസം ഉപയോഗിക്കുന്നത്. ഗസയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റല്, നാസർ ഹോസ്പിറ്റൽ 3 പ്രാവശ്യമാണ് ബോംബ് ചെയ്തത്. 3 പ്രാവശ്യമാണ് പോകുന്നത്. ഞാൻ 3 പ്രാവശ്യം നമ്മളുണ്ടായിരുന്നു അവിടെ. ഗസ യുദ്ധം ഒരു ഡെഫിനറ്റ്ലി ഒരു ജനോസൈഡിന് അല്ലെന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. ഇപ്പോഴത്തെ ക്യാമ്പിന് വളരെ തിക്ലി പോപ്പുലേറ്റഡ് ആണ്. ഒരു സിംഗിൾ മിസൈൽ പോലും ഒരു 100 പേരെ മിനിമം കൊല്ലും. ഏറ്റവും വലിയ എമർജൻസി വാസ്തവത്തിൽ പ്രസവമാണ്. കാരണം ഏത് സ്ഥലത്തായാലും പ്രസവം നടക്കണമല്ലോ. പ്രസവം നടക്കാനായിട്ട് ഈ പറഞ്ഞ ആശുപത്രികൾ ഉണ്ടാവില്ല. ഓരോ ആശുപത്രിയിൽ നമ്മൾ ഒരു ദിവസമൊക്കെ 30-40 ബലാത്സംഗങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ക്ലിനിക്കിലേക്ക് പോകുമ്പോൾ 2 സൈഡും ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഈ തുണിയൊക്കെ എടുത്തിട്ടൊക്കെ മറച്ചിട്ട് ബാക്കിയൊക്കെ എക്സ്പോസ്ഡ് ആയിട്ട് അവിടെ ഇരിക്കും. അത് നമ്മൾ കാണുമ്പോൾ ഞെട്ടും, അറിയാതെ വിതുമ്പിപ്പോവും. നമ്മൾ ഇത് ഒരു ഡിഗ്നിറ്റി പോകുന്ന ഹോൾ സമൂഹത്തെ കാണുന്നത്. അതിന് 5 മിസൈലെങ്കിലും ഒരു സ്ഥലത്ത് തന്നെ വരും. ഇത് ടാർഗറ്റ് ചെയ്യുന്ന രക്ഷപ്പെടുത്താൻ വരുന്ന ആൾക്കാരെ. സുരക്ഷ എന്ന് പറയുന്ന വാസ്തവത്തിൽ ഈ പറയുന്ന ഒരു ബിലീഫാണ്. നമുക്ക് ഈ പറയുന്ന ഹോസ്പിറ്റലിൽ ബോംബ് ചെയ്യില്ലെന്നും ഇങ്ങനെ ബിലീഫാണ് ഇപ്പോൾ. ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിൻ്റെ മുൻ വൈസ് പ്രസിഡന്റും അതിലെ സജീവ അംഗവുമായ ഡോക്ടർ സന്തോഷ് കുമാർ SS ആണ് റൈറ്റ് അവറിൽ നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം. നമസ്കാരം. ഈ യുദ്ധമുഖത്താണല്ലോ ഈ ഏറെ സമയവും ഡോക്ടർ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകളിൽ പ്രവർത്തിച്ച് പരിചയമുണ്ടെങ്കിലും, സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിച്ച് പരിചയമുണ്ടെങ്കിലും യുദ്ധമുഖത്താണ് ഡോക്ടർ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത്. യുദ്ധങ്ങൾക്ക് പല കാരണങ്ങളുണ്ടാകും. ഈ കാരണങ്ങൾ ജനങ്ങൾക്കും അറിയാവുന്നതാണ്. ജനങ്ങൾ പലതും ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ കെടുതികളെക്കുറിച്ച് നേരിട്ട് അറിവില്ലാത്ത ജനങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലായാൽ പോലും പലരും എന്നാൽ യുദ്ധം നടക്കട്ടെ എന്ന മട്ടിൽ ആ ഒരു നിലപാടിലേക്കൊക്കെ പലരും എത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ യുദ്ധത്തിൻ്റെ ഭീകരത എന്ന് പറയുന്നത് സിവിലിയൻസ് ആണ് അതിൻ്റെ ആ ദൈന്യത അനുഭവിക്കേണ്ടി വരുന്നത്. അത് ഡോക്ടർ നേരിട്ട് കണ്ടിട്ടുള്ളതാണല്ലോ. എങ്ങനെയാണ് ആ ഒരു അനുഭവം? യുദ്ധം എന്ന് പറയുന്നത് ഓരോ നാട്ടിലെയും യുദ്ധം വളരെ വ്യത്യസ്തമാണ്. നമുക്കിങ്ങനെ ഒരു സ്ഥലത്തെ യുദ്ധം മറ്റു സ്ഥലമായിട്ട് കമ്പയറബിൾ അല്ല. കാരണം നമുക്ക് സാമൂഹ്യ ചുറ്റുപാടുകൾ വ്യത്യസ്തമാണ്, ഭൂപ്രകൃതി വ്യത്യസ്തമാണ്, ആയുധങ്ങൾ വ്യത്യസ്തമാണ്, ആൾക്കാർ വ്യത്യസ്തമാണ്, അവർ യുദ്ധം നടത്തുന്നതിൻ്റെ കാരണങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ഞാൻ ഏകദേശം ഒരു 40ഓളം രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ കഴിഞ്ഞ ഒരു 20-25 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പല പ്രാവശ്യമായിട്ട് മിക്ക സ്ഥലത്തൊക്കെ പല പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഏറ്റവും പ്രധാനം നമ്മളിപ്പോൾ യുദ്ധം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പല കാര്യങ്ങളാണ്. വീട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ അസ്തിത്വമാണ്. നമുക്ക് പലപ്പോഴും ഈ പറഞ്ഞ നമ്മുടെ സ്ഥലം, നമ്മുടെ മണ്ണ്, നമ്മുടെ വീട് എന്നൊക്കെ പറയുമ്പോൾ പലരും പുറത്തു പോകുന്നുണ്ട്, വേറെ സ്ഥലത്തൊക്കെ പോകുന്നുണ്ട്. എങ്കിൽ പോലും അവിടെ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു അസ്തിത്വമാണ്, അവരുടെ ജീവിതമാണ്, അവരുടെ ഓർമ്മകളാണ്, അവരുടെ സമ്പാദ്യമാണ്. അങ്ങനെയല്ലേ അവരുടെ സുഹൃത്തുക്കൾ, സാമൂഹ്യ ചുറ്റുപാടുകൾ എല്ലാം അവരുടെ ഈ പറഞ്ഞ വീടിനുമായി ചുറ്റുപറ്റി നിൽക്കുന്നതാണ്. അതിനകത്തുനിന്ന് പറിച്ചെറിയപ്പെടുന്നത് വളരെ വേദനാജനകമായ ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഏത് സ്ഥലത്തായാലും ഈ പലായനങ്ങൾ എപ്പോഴും നടക്കുന്നതാണ്. അതിൻ്റെ ദുരിതമാണ് ഏത് യുദ്ധത്തിൽ തുടക്കത്തിൽ നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്നത്. ഈ പറഞ്ഞ മാസ് എക്സോഡസ് ആണ്. ഈ വീടും എല്ലാം വിട്ട് ഇറങ്ങിപ്പോകുന്ന ആൾക്കാരുടെ പ്രധാന പ്രശ്നം. പിന്നെ രണ്ടാമത്തത് പരിക്കുകളാണ്. പരിക്കുകൾക്കപ്പുറത്തേക്ക് വാസ്തവത്തിൽ അതിന് ഉദാഹരണം പറഞ്ഞ് മാത്രം തുടങ്ങാനേ കഴിയുള്ളൂ. വാസ്തവത്തിൽ നമ്മളിങ്ങനെ ഈ എക്സാമ്പിൾസ് പറയാതെ നമ്മൾ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ബോധ്യപ്പെടില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്ന വാസ്തവത്തിൽ യുദ്ധത്തിലുള്ള പരിക്കുകൾ കൊണ്ടല്ല, യുദ്ധമുണ്ടാക്കുന്ന സിസ്റ്റം ഫെയിലിയേഴ്സാണ്. എല്ലാ സിസ്റ്റവും ഫെയിൽ ചെയ്യും. ഉദാഹരണത്തിന് ഉക്രൈനിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആൾക്കാർ പലായനം ചെയ്തിട്ട് അവരുടെ കയ്യിലുള്ള പൈസയൊക്കെ എടുത്തുകൊണ്ട് വലിയ നഗരത്തിലേക്ക് വരും. നഗരത്തിൽ വന്നിട്ട് ഒരു നല്ല വീടൊക്കെ എടുത്ത് വാടകയ്ക്ക് എടുത്ത് താമസിക്കും. അപ്പോൾ ധാരണ എന്താ, 2 ആഴ്ച കഴിയുമ്പോഴോ അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോഴോ യുദ്ധം അവസാനിക്കുമെന്നാണ്. 2 മാസം കഴിയുമ്പോഴും അവസാനിക്കുന്നില്ല. അപ്പോൾ ഈ കയ്യിലെ പൈസ തീർന്നു. അപ്പോൾ വീണ്ടും അടുത്ത ഈ നഗരത്തിലെ പ്രാന്തപ്രദേശത്തിൽ പോകും. കുറച്ചുകൂടെ മോശമായ വീടായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഒരു ഗ്രാമപ്രദേശത്ത്. അങ്ങനെ അവർ പോയി ഈ പറയുന്ന ഗ്രാമത്തിൻ്റെ അങ്ങേയറ്റത്ത്
കാടിൻ്റെ വക്കിലൊക്കെ വരെ എത്തിപ്പോവും. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ അവിടെ എത്തുമ്പോൾ പിന്നെ ഈ ഹെൽത്ത് സിസ്റ്റം ഇല്ല, ട്രാൻസ്പോർട്ടേഷൻ ഇല്ല, ഫ്യൂവൽ ഇല്ല, ഇങ്ങനെ പലതും അങ്ങ് ഇല്ലാതായി പോകും. മരുന്ന് കിട്ടത്തില്ല. ഉദാഹരണത്തിന് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യന്മാർ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഹാർട്ട് അറ്റാക്കിൻ്റെ മരുന്ന് കഴിച്ചില്ലെങ്കിൽ അടുത്ത അറ്റാക്കാണ്, ആൾ മരിച്ചു. ഇത് കണക്കിലൊന്നും പെടൂല. ഈ പറയുന്ന ഹൈപ്പർ ടെൻഷനുള്ള മനുഷ്യൻ, ഈ പറയുന്ന ഈ പ്രഷറിൻ്റെ മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഒരു 3 ആഴ്ച 4 ആഴ്ച അടുത്ത ഏതെങ്കിലും ഒരു ആർട്ടറി പൊട്ടും, തലയ്ക്കകത്ത് പൊട്ടും, അയാൾ കിടപ്പിലായി പോവും, അങ്ങനെ മരിച്ചു പോകും. ഡയബറ്റിസ് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഇതുപോലെ കാലൊക്കെ പൊട്ടി അത് മരിക്കും. ഡയാലിസിസ് നടത്തുന്ന ആൾക്കാർ, പ്രസവം ഏറ്റവും വലിയ എമർജൻസി വാസ്തവത്തിൽ പ്രസവമാണ്. കാരണം ഏത് സ്ഥലത്തായാലും പ്രസവം നടക്കണമല്ലോ. പ്രസവം നടക്കാനായിട്ട് ഈ പറഞ്ഞ ആശുപത്രികൾ ഉണ്ടാവില്ല. വളരെ ടിപ്പിക്കലായിട്ട് കാണാൻ കഴിയുന്നതാണ് ഏത് സ്ഥലത്ത് പോയാലും ഈ പറയുന്ന ഇൻഫൻറ്റ് മോർട്ടാലിറ്റി മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും ഒരു യുദ്ധം തുടങ്ങുന്നതിന് മറ്റും കുതിച്ചു വരും. നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു 10 ഇരട്ടി 20 ഇരട്ടിയിലാവും. അതാണ് ഏറ്റവും വലിയ ഇൻഡിക്കേറ്റർ. വാസ്തവത്തിൽ കുട്ടികളുടെ മരണം, പ്രത്യേകിച്ച് ജനിച്ചു വീഴുന്ന കുട്ടികളുടെ മരണങ്ങളൊക്കെ, അതുപോലെ പ്രസവിക്കുന്ന അമ്മമാരുടെ മരണം, ഇത് കെയർ കിട്ടാതെ ആശുപത്രിയിലെ ഒരു കെയർ കിട്ടാതാവുമ്പോൾ മരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളാണ്. പറഞ്ഞ ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ, ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ പോലും ചികിത്സിക്കാൻ പറ്റില്ല. എല്ലാം ഒടിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറ്റിക്കഴിഞ്ഞാൽ അതങ്ങനെ ഇരിക്കും. ആ ചികിത്സിക്കാതിരുന്നിട്ട് അത് പഴുക്കുകയോ അല്ലെങ്കിൽ ഒടിഞ്ഞിരിക്കുന്ന സാധനം അതുപോലെ നിൽക്കുകയോ അല്ലെങ്കിൽ കിടപ്പിലായി പോവുകയോ ചെയ്യും. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ നല്ല വെള്ളം കിട്ടത്തില്ല. ഇപ്പോൾ ഡയറിയൽ ഡിസീസസ്, വയറ്റിളക്ക രോഗങ്ങൾ ഭയങ്കര റാമ്പൻ്റ് ആവും, പാർശ്വവ്യാധികൾ ഏറെ ഉണ്ടാവും. ഈ പറഞ്ഞ ഇതിനൊന്നും ചികിത്സയുണ്ടാവില്ല. മുമ്പ് നമ്മൾ ഈ പറഞ്ഞ ഈ സിസ്റ്റം എന്ന സംഭവം, ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചികിത്സിച്ചിട്ടോ ഇല്ലെങ്കിൽ അതിന് പകരം സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടോ ഒക്കെയാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഒരു ആയുർദൈർഘ്യം ഇങ്ങനെ കൂട്ടുന്നത്. നമുക്കൊരു സംവിധാനമുണ്ട്. ആ സംവിധാനം മൊത്തമായിട്ട് അങ്ങ് തകരുമ്പോൾ സ്കൂളില്ലാതാവും. കുട്ടികൾ ഇതുപോലെ വഴിയിൽ ഓടി കിടക്കുന്ന കുട്ടികളുടെ പുറത്ത് വണ്ടി ഇടിക്കും. ഇതിൻ്റെയൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ സ്കൂളില്ലാതാവുമ്പോൾ കുട്ടികൾ വീട്ടിൽ അടങ്ങി വന്നിരിക്കുമെന്ന്. ഇല്ല, അങ്ങനെയല്ല സംഭവിക്കുന്നത്. പറഞ്ഞ മുതിർന്നവർക്ക് ഈ പറയുന്ന ഭക്ഷണവും മറ്റുമൊക്കെ ഉണ്ടാക്കാനുള്ള നേരത്തെ എളുപ്പം കിട്ടിയിരുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര അധ്വാനിക്കേണ്ടി വരും. അവർക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, അവർ പോകും. ഇപ്പോൾ കുട്ടികൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകും. ഉക്രൈനിലൊക്കെ ആണെങ്കിൽ നിർബന്ധിത സേവനമാണ്. ആണുങ്ങളെല്ലാം പിടിച്ചോണ്ട് പോകും, യുദ്ധത്തിന് വേണ്ടി പിടിച്ചോണ്ട് പോകും. അപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും യൂറോപ്പിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ കുട്ടികളെ കൊണ്ടുപോകാത്ത ആൾക്കാരാണെങ്കിൽ കുട്ടികൾ ബുദ്ധിമുട്ടാണല്ലോ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ ഗ്രാൻഡ് പാരൻസിലേക്ക് ഏൽപ്പിച്ചിട്ട് പോകും. ഈ അമ്മമാർ അവിടെ പോയിട്ട് യൂറോപ്പിൽ പോകുമ്പോൾ വിചാരിക്കുന്നത് എന്താ, നല്ല രാജ്യമില്ല, കിട്ടുന്നു, ഭാഷ വേറെ, അവർക്ക് ഭാഷ അറിയില്ല. അവിടെ പോയി കിട്ടുന്ന ജോലി എന്താ, ഈ പറയുന്ന ഈ സൂപ്പർ മാർക്കറ്റിൽ ആ സാധനങ്ങൾ എടുത്ത് കൊടുക്കാനും, ഇല്ലെങ്കിൽ ഈ പറയുന്ന റെസ്റ്റോറൻറ്റ്സിൽ വർക്ക് ചെയ്യാനും, ഇല്ലെങ്കിൽ നൈറ്റ് ക്ലബിൽ ഡാൻസ് ചെയ്യാനും, പ്രോസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്കാണ് അവർ പോകുന്നത്. അവരുടെ വഴി അങ്ങ് മാറും ടോട്ടലി. ഈ പറഞ്ഞ ഈ സ്ഥലത്ത് പോകുന്നതോടുകൂടി അവരുടെ നേരത്തെ ജീവിച്ചിരുന്ന സാമൂഹ്യ പശ്ചാത്തലത്തിൽ മുഴുവൻ എടുത്തെറിയപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ പോയിട്ട് പിന്നെ അവർക്ക് അവർ ചെയ്യുന്ന ജോലിയിൽ വ്യാപൃതരാകുമ്പോൾ കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ആ സാമൂഹ്യ ചുറ്റുപാടിൽ കുട്ടികൾ കൊണ്ടുവന്നതിന് കൂടുതൽ പ്രശ്നമാണെന്ന് കരുതിയിട്ട് കുട്ടികളെ കൊണ്ടുപോകില്ല. ഈ ഗ്രാൻഡ് പാരൻസ് എന്തെങ്കിലുമൊക്കെ അസുഖം വന്ന് ഇതുപോലെ മരുന്നില്ലാതെ അസുഖം വന്ന് മരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന അതേസമയം കുട്ടികൾ അനാഥരാവണം. ഫ്രണ്ട് ലൈനിൽ പോയിരിക്കുന്ന അച്ഛൻ ചിലപ്പോൾ മരിച്ചു പോകും. ഇവിടെ പോയിരിക്കുന്ന അമ്മ തിരിച്ച് വരുന്നില്ല. അപ്പോൾ ഇത് കുട്ടികളെ അനാഥരാവുകയാണ്. അപ്പോൾ വാർ ഓർഫൻസ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി തന്നെ ഉണ്ടാവുകയാണ്. വാറിൻ്റെ ഈ പറഞ്ഞ കാരണം അച്ഛനന്മാരില്ലാഞ്ഞിട്ടല്ല, പക്ഷെ സാമൂഹ്യ ചുറ്റുപാട് കാരണം അവർക്ക് നോക്കാനാണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല ഓർഗനൈസേഷൻസും ഈ വാർ ഓർഫനേജസ് തുടങ്ങും. അപ്പോൾ നമ്മൾ വളരെ ഓരോ യുദ്ധത്തിനകത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഈ ആഫ്രിക്കയിലൊക്കെ ആണെങ്കിൽ ബലാത്സംഗങ്ങളൊക്കെ വളരെ 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 നോർമലാണ്. നമ്മൾ ഈ പറയുന്ന പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞാൽ പകലോ അല്ലെങ്കിൽ രാത്രി ഒരു വ്യത്യാസം പോലും ഇല്ല. എവിടെയെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട് എത്തിപ്പോയിട്ട് ഒരു കുടുങ്ങി പോയി കഴിഞ്ഞാൽ തീർന്ന്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് നേരിടുക മാത്രമേ ഉള്ളൂ. ഓരോ ആശുപത്രിയിൽ നമ്മൾ ഒരു ദിവസമൊക്കെ 30-40
ബലാത്സംഗങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ അവർ ചികിത്സിക്കുന്നതിനപ്പുറത്തേക്ക് ഈ റിപ്പോർട്ടിംഗ് ഒന്നും ഒരിടത്തും എത്തൂല. ഇങ്ങനെയൊക്കെ നടക്കുന്നതൊന്നും ഒരിക്കലും ആരും അറിയാൻ ദൈനംദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് അവിടെ. ഇതിന് ചികിത്സ കൊടുത്ത് വിടുന്നതല്ലാണ്ട് നമുക്കൊന്നും ഒരു വിഭാഗത്തിൽ തന്നെയുള്ള ആൾക്കാർ തന്നെയായിരിക്കും സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നത്. ഒരേ സ്ത്രീ തന്നെ 5-6 പ്രാവശ്യം ബലാത്സംഗം ചെയ്യപ്പെട്ടു വരും. അപ്പോൾ ഇത് വളരെ നോർമലൈസ്ഡ് ആയിട്ടുള്ള സംഭവമായിരിക്കും. അതായത് കുറ്റകൃത്യം അത് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം പോലും ഇല്ലാതിരിക്കും. അപ്പോൾ ഇതങ്ങ് ഈ ആയുധത്തിന്റെ ലോജിസ്റ്റിക്സ് അനുസരിച്ച് അതങ്ങ് നീണ്ടുപോകുന്നതിനപ്പുറത്തേക്ക് അതാണ് അതിൻ്റെ ഒരു എൻഡ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അല്ലാതെ അതിനകത്ത് ആരെങ്കിലുമൊക്കെ പുറത്തുനിന്നുള്ള ഇടപെടലൊന്നും വലിയ സംഭവങ്ങളൊന്നുമല്ല. നമ്മളിപ്പോൾ ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് കൊടുക്കാൻ പോലും നമുക്ക് അതൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് നിൽക്കുവാനെന്നല്ലാണ്ട് ചികിത്സിക്കുക എന്നല്ലാണ്ട് അത് തടയാനോ ഒക്കെ അല്ലെങ്കിൽ അത് നിർത്തുവാനോ ഒക്കെയുള്ള സാധ്യത വളരെ കുറവാണ്. ഇവൻ ഒരു ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്റ്റിൽ എടുക്കുകയാണെങ്കിൽ മിക്കവാറും യുദ്ധങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ 25-30% ആൾക്കാരെ മാത്രമേ വാസ്തവത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊണ്ടുവരുമ്പോൾ 70% ആൾക്കാരും സക്കംബ് ചെയ്യുക, അതിനകത്ത് കീഴ്പ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. യുദ്ധം കൊണ്ട് മാത്രമല്ല, യുദ്ധ അനന്തര സാഹചര്യങ്ങൾ കൊണ്ട് കൂടി അവർ ഇല്ലാതായി പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവർ തീർച്ചയായും ഈ ഒരു ദുരിതത്തിന്റെ അവസ്ഥകളെ കുറിച്ച് കൂടി പഠിച്ചിരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മൾ യുദ്ധം നമ്മൾ വളരെ ലാഘവത്തോടെ കൂടിയാണ് ഈ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും, കാരണം മനുഷ്യന്റെ ഹിസ്റ്ററി നമുക്ക് നോക്കുമ്പോൾ ട്രൈബൽ ആയിട്ടുള്ള സമയം മുതലുള്ള എപ്പോഴും ഈ പറഞ്ഞ ഒരു ഫൈറ്റിംഗ് ഇൻഫൈറ്റിംഗ് എന്ന് പറഞ്ഞ വളരെ സ്പീഷീസ് സ്പെസിഫിക് ആയിട്ട് ഹ്യൂമൻ ഒരു സ്പീഷീസിലുള്ള കാര്യമാണ്. സർവൈവലിന് വേണ്ടിയുള്ള പോരാട്ടം മേ ബി എവല്യൂഷണറി ആയിട്ട് ഒരു അണ്ടർപിന്നിങ് തീർച്ചയായിട്ടും കാണും. കാരണം നമ്മൾ തൊട്ട് മുമ്പേ ഉള്ള നമ്മൾ അതേപോലത്തെ ഉള്ള ചിമ്പാൻസിയും നമ്മളും സെയിം ആൻസിസ്റ്റർ എന്നാണ് വരുന്നത്. ചിമ്പാൻസിയിൽ അങ്ങനെയില്ല, ഗറില്ലാസിൽ അങ്ങനെയില്ല. മമേലിയൻ സ്പീഷീസ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ബേർഡ്സിനകത്ത് ഈ നമ്മൾ ഈ ഇങ്ങനെ സമൂഹമായി ജീവിക്കുന്ന ആനിമൽസിനകത്ത് പോലും ഈ തോതിലുള്ള, അതായത് ഒരു വലിയ ലാർജ് സ്കെയിലിൽ ഒരേ സ്പീഷീസിൻ്റെ മെമ്പേഴ്സിനെ ഭക്ഷണത്തിന് വേണ്ടിയല്ലാതെ കൊന്നൊടുക്കുന്ന ഏർപ്പാട് വാസ്തവത്തിൽ മമേലിയൻ ലോകത്ത്, പിന്നെ ഇൻസെക്റ്റിലൊക്കെ ചിലപ്പോൾ ബീസിലും ഉറുമ്പുകളിലൊക്കെ ഉണ്ട്. പക്ഷേ അതിലൊക്കെ ഇതൊരു വലിയ വ്യത്യസ്തമായ ഒരു പരിപാടിയാണ്. അപ്പോൾ അത് എന്തായാലും ഒരു എവല്യൂഷണറി അണ്ടർപിന്നിങ് ഉണ്ടാകും എന്നുള്ള ഈ ഹൈറാർക്കിയിലായിട്ട് നമ്മൾ സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കാം. എങ്കിൽ പോലും എന്തായാലും ഇതൊരു നിരന്തരമായി നടക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ ഹ്യൂമൻ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ യുദ്ധങ്ങളുടെ എണ്ണം ഒരു പരിധി വരെ നമ്മൾ നോക്കുമ്പോൾ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. മനുഷ്യരുടെ മരണങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഒരു യുദ്ധത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ പലപ്പോഴും ഒരു സൈക്കിൾ എടുത്ത് വെച്ച് വയ്ക്കുമ്പോൾ ഒരു തലമുറ 2 തലമുറ ആ യുദ്ധത്തിലൂടെ കടന്നു പോയ തലമുറയ്ക്ക് മാത്രമേ രൂക്ഷമായിട്ടുള്ള അവസ്ഥകൾ മനസ്സിലാവുകയുള്ളൂ. ഒരു 1-2 തലമുറ കഴിയുമ്പോഴേക്കും അവരതങ്ങ് മറക്കും. കാരണം അത് അവരുടെ നേരിട്ടുള്ള അനുഭവമല്ല. ഈ പറയുന്ന അവർക്ക് കേട്ടുകേഴ്വിയും ഒക്കെ സിനിമയും മാത്രമൊക്കെ ഉള്ള അനുഭവങ്ങൾ മാത്രമായിട്ട് അത് മാറുകയും ഈ പറയുന്ന ഈ എവല്യൂഷണറി അണ്ടർപിന്നിങ് അവിടെ നടക്കുമ്പോൾ അത് വീണ്ടും ഇങ്ങനെ തലപൊക്കി എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു 90s വരെയൊക്കെ നമുക്ക് 90s 2000 വരെയൊക്കെ നമുക്ക് എല്ലാവരും ഈ പറയുന്ന യുദ്ധങ്ങളിലേക്ക് എത്താതിരിക്കാനുള്ള ഭയങ്കരമായിട്ടൊരു മൂവ്മെന്റ് ഭയങ്കര ഉണ്ടായിരുന്നു. 2000 ശേഷം വാസ്തവത്തിൽ ഒരു മറിച്ചുള്ളൊരു പോക്ക്, യുദ്ധങ്ങളുടെ എണ്ണം കൂടി വരുന്നതായിട്ടുള്ള ഈ റീസെൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററിക്കകത്ത് ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഒരു പക്ഷേ ഈ പറയുന്ന യുദ്ധത്തിൻ്റെ കെടുതികളെ കുറിച്ചും അതുണ്ടാക്കുന്ന ഇമ്പാക്ട്സിനെ കുറിച്ചും മനുഷ്യരാശിക്ക് മൊത്തമായിട്ടുണ്ടാകുന്ന ഇമ്പാക്ട്സിനെ കുറിച്ചും ഒക്കെ ഒന്നും ബോധ്യമില്ല. 2, ഈ ആയുധങ്ങളുടെ ഈ ബലം, ഈ പ്രഹരശേഷി കൂടുമ്പോൾ പോലും അതെടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു ത്രില്ലിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊരു വല്ലാത്തൊരു എൻഡ് പോയിന്റിലേക്കാണ് എത്തുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മളെടുക്കുന്ന നിലപാട്, പ്രത്യേകിച്ച്
ഇന്ത്യ പോലെ രാജ്യങ്ങളോ ഇല്ലെങ്കിൽ അഭ്യസ്തവിദ്യരായ ജനങ്ങളുള്ള കേരളത്തിൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ യുദ്ധത്തിൻ്റെ വിരുദ്ധമായ നിലപാട്, അത് എന്ത് തന്നെയായാലും ആരും ആരോട് തന്നെയായാലും ശരി, അത് എടുക്കുന്നത് വളരെ എന്താ പറയുന്നത് ദുഃഖകരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. യുദ്ധങ്ങൾ മനുഷ്യവിരുദ്ധമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ യുദ്ധങ്ങൾ ഇപ്പം നമുക്കൊക്കെ നേരത്തെ ഒരു ടെർമിനോളജി ഉണ്ടായിരുന്നു, യുദ്ധമര്യാദ എന്ന് പറയുന്നത്. യുദ്ധത്തിലും ചില മര്യാദകൾ പാലിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. ഈ പുതിയ കാല യുദ്ധങ്ങളിൽ ഇങ്ങനെയുള്ള മര്യാദകളൊന്നും ഇല്ലാത്തൊരു രീതിയിലേക്കല്ല പോകുന്നത്. അതായത് ആശുപത്രികൾക്ക് മേൽ പോലും ആക്രമണം നടത്തുന്ന രീതികൾ വരുന്നു. തീർച്ചയായിട്ടും അത് ഈ 2000-ന് ശേഷമാണ് ആ ഒരു ട്രെൻഡ് വാസ്തവത്തിൽ കൂടി വരുന്നത്. അഫ്ഗാനിസ്ഥാനിലെ കുണ്ടൂസിലെ ആശുപത്രി ഇതുപോലെ US NATO ആണ് ബോംബ് ചെയ്തത്. അപ്പോൾ ഇത് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രതലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സർക്കംസ്റ്റാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന രണ്ട് വശത്തും ഈ ആയുധങ്ങളുടെ ഈ ലോജിസ്റ്റിക്സ് ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. യുദ്ധങ്ങളുടെ ലോജിസ്റ്റിക്സ് എത്ര നിരന്തരമായിട്ട് വെടിയുണ്ടകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു, എത്ര വലിയ സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു, അത് എങ്ങനെ അത് കൃത്യമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം, അതിൻ്റെ സപ്ലൈ ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വാസ്തവത്തിൽ യുദ്ധത്തിൽ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അപ്പുറത്ത് ഒരാളെ വെടിവെച്ചിടുന്നത് ഒരു കോസ്റ്റ്ലി ഏർപ്പാടാണ്. അത് കോസ്റ്റ് ഉണ്ട്, ആ കോസ്റ്റ്ലി ഏർപ്പാടാണ്. അപ്പോൾ ഈ പറയുന്ന അതിനകത്ത് ഒരാൾ പോയിട്ട് ഒരു ആശുപത്രിയിൽ പോയിട്ട് അയാളത് ചികിത്സിക്കുമ്പോൾ ആ ആശുപത്രി കാണുന്നത് ഒരു വർക്ക്ഷോപ്പായിട്ടാണ് കാണുന്നത്. ഒരു കാറ് ചീത്തയാവുമ്പോൾ കാറ് നന്നാക്കുന്ന വർക്ക്ഷോപ്പാണ്. അപ്പോൾ കാറ് നന്നായാൽ അയാൾ തിരിച്ച് വീണ്ടും വരികയാണ്. അപ്പോൾ ഈ കോസ്റ്റ് അവിടെ ഈ പറഞ്ഞ ഇതൊരു എഫക്റ്റീവ് അല്ല. മാത്രമല്ല തിരിച്ച് ഇപ്പുറത്തുള്ള ആൾക്കാർ വീണ്ടും വെടിവെക്കും, അയാൾ വീണ്ടും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആശുപത്രിയെ ബോംബ് ചെയ്ത് വർക്ക്ഷോപ്പിനെ ബോംബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാറ് നന്നാക്കാൻ പറ്റില്ലല്ലോ. ആ ലോജിക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഈ പറഞ്ഞ യുദ്ധത്തിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പ്രധാനമാണ്. യുദ്ധത്തിന് മുൻനിരയിൽ നിൽക്കുന്ന ആൾക്കാരും യുദ്ധം നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ, കാരണം മില്യൺസ് ഓഫ് ഈ പറഞ്ഞ നമ്മൾ ഈ ഹ്യൂമാനിറ്റേറിയൻ വർക്കിനൊക്കെ കിട്ടുന്ന പൈസയൊക്കെ നോക്കുമ്പോൾ ഈ യുദ്ധത്തിൽ ചെലവഴിക്കുന്ന നോക്കുമ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. ഒരു മിസൈലിൻ്റെ വിലയ്ക്ക് 10 മില്യണൊക്കെയാണ്. 10 മില്യണൊക്കെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഓർഗനൈസേഷന് ഇല്ലെങ്കിൽ 2-3 കിട്ടുകയാണെങ്കിൽ വളരെ നന്നായിട്ട് ഈ പറഞ്ഞ ചികിത്സയൊക്കെ നടത്താൻ പറ്റും ഇവിടെയാണെങ്കിൽ പോലും. പക്ഷെ അതൊന്നും അത്ര പോലും കിട്ടാറില്ല. അപ്പോൾ ഒരു ദിവസമൊക്കെ ഈ റഷ്യയൊക്കെ എടുത്ത് പ്രയോഗിക്കുന്ന മിസൈലിൻ്റെ എണ്ണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 100, 200, 300 ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഈ ഹോസ്പിറ്റൽ ഒരു ടാർഗറ്റ് ആവുന്നത് അങ്ങനെയാണ്. ഈ വാല്യൂസ് ഈ പറയുന്ന പെറ്റി ഇഷ്യൂസ് കൊണ്ട് നമുക്ക് മറികടക്കാൻ കഴിയുന്നതായി. അതായത് അറിയാതെ ബോംബ് ചെയ്തു, ആ സൈഡിൽ പോയ മിസൈൽ വഴി തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്, അത് എങ്ങനെ സംഭവിച്ചു നമുക്കറിയില്ല, ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇതൊരു എസ്കേപ്പ് മെക്കാനിസമായിട്ട് മാറുകയാണ്. അതല്ലാതെ ഇതിപ്പോൾ നമുക്കങ്ങനെ ആളുകളൊക്കെ ഹോസ്പിറ്റലിൽ ബോംബ് ചെയ്തിട്ട് വേറെ എന്ത് പറയാനാ? ഇപ്പം ഞാനിപ്പോൾ നമ്മൾ ഗസയിൽ നിന്ന് വരികയാണ്. ഗസയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റല്, നാസർ ഹോസ്പിറ്റൽ 3 പ്രാവശ്യമാണ് ബോംബ് ചെയ്തേക്കുന്നത്. 3 പ്രാവശ്യമാണ് ബോംബ്. ഞാൻ 3 പ്രാവശ്യം നമ്മളുണ്ടായിരുന്നു അവിടെ. അത് ഒന്ന് ഡബിൾ ടാപ്പായിരുന്നു. ഡബിൾ ടാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ബോംബ് ചെയ്യുന്നു, അതേ സ്ഥലത്ത് ആ ആശുപത്രിയുടെ അതേ സ്ഥലത്ത് അതേ സെയിം പോയിന്റ് 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അടുത്ത മിസൈൽ വരികയാണ്. അപ്പോൾ അത് എന്തായാലും ഡെലിബറേറ്റ് ആണ്. അത് ഡെലിബറേറ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റ് മാത്രമായി പറയുമ്പോൾ അതിന് പോലും വാസ്തവത്തിൽ ഇസ്രായേൽ എന്തായി പറഞ്ഞ് അത് നമ്മൾ എങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ നടത്തും. ആ ഇൻവെസ്റ്റിഗേഷനോടെ ആരും ചോദിക്കാനും പറയാനും ഇല്ല. ആ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് ഈ പറഞ്ഞ നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക്, പ്രത്യേകിച്ച് ഈ ഒരു യുദ്ധം, ഗസ യുദ്ധം ഒരു ഡെഫിനറ്റ്ലി ഒരു ജനോസൈഡിന് അല്ലെന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. വംശഹത്യ തന്നെയാണ്. അതിനകത്ത് എല്ലാ അർത്ഥത്തിലും അതിന് വംശഹത്യയാണ്. ഇപ്പോൾ എല്ലാ ഡെഫിനിഷനും ഫുൾഫിൽ ചെയ്യുന്ന ഒരു ജനോസൈഡ്. പക്ഷേ വളരെ പ്രത്യേകതയുള്ള ജനോസൈഡുമാണ്. വളരെ മുമ്പ് നടന്നിട്ടുള്ള ജനോസൈഡിനെ കാട്ടിയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒന്ന്. ഈ ജനോസൈഡിനകത്ത് ഒരു എന്താ പറയുന്നത്, ഇതിനു മുമ്പുള്ള അർമേനിയൻ ജനോസൈഡോ ഇല്ലെങ്കിൽ ഓസ്ട്രിഷിലോ ഇല്ലെങ്കിൽ നമ്മൾ ജർമ്മനിയും ഓസ്ട്രിയയിലും ഒക്കെ നടന്ന സെക്കൻഡ് വേൾഡ് വാറിലെ ജനോസൈഡോ
ഈ പറയുന്ന റുവാണ്ടയും ഒക്കെ യുദ്ധത്തിലോ ഇതൊക്കെ ഈ യുദ്ധത്തിലൊക്കെ നടന്ന ജനോസൈഡ് നോക്കുമ്പോൾ വളരെ രഹസ്യമായിട്ടാണ് അവർ ചെയ്തു നോക്കുന്നത് ഈ പെർപെച്വേറ്റേഴ്സ്. ഇപ്പോൾ ഈ ഓസ്ട്രിഷ്യയിൽ പോയി കഴിഞ്ഞാൽ ഓസ്ട്രിഷ്യയിൽ 5 കിലോമീറ്റർ ഉണ്ട്. 5 കിലോമീറ്റർ അങ്ങേയറ്റത്താണ് ഈ പറയുന്ന ഗ്യാസ് ചേമ്പറും മറ്റൊക്കെ അതിൻ്റെ ക്രിമറ്റോറിയം എല്ലാം ഉള്ളത് അങ്ങേയറ്റത്താണ്. അവിടെ ആരും എത്തത്തുപോലുമില്ല. ആരും വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ 5 ബാരക്സ് ഒക്കെ അവർ വളരെ നന്നായിട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ വന്ന ആൾക്കാർ ഇതൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് അവർ അത് കഴിഞ്ഞിട്ട് ഇങ്ങ് പറഞ്ഞേക്കും. പുറകിൽ ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു, ആരും അറിയാതെ രഹസ്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് പോലും അറിയില്ല. അപ്പം അത് പുറത്തറിയിക്കാത്ത കാര്യം എന്താ? അതൊരു കുറ്റമാണെന്ന്, യുദ്ധ കുറ്റമാണെന്ന്, ഒരു വാർ ക്രൈമാണെന്ന് എല്ലാവർക്കും അറിയാം. അവിടുത്തെ ഭരണാധികാരികൾക്കും അറിയാം, ചെയ്യുന്നവർക്കും അറിയാം. അതിൽ എന്തെങ്കിലും പിടിക്കപ്പെട്ടാൽ അത് ഒരു മോശം ഏർപ്പാടാണ്, ഞങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് മോശം ഏർപ്പാടെന്നുള്ളൊരു സ്വയം ബോധത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ രഹസ്യമായി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതങ്ങനെയില്ല. വളരെ ബ്രോഡ് ഡേ ലൈറ്റിൽ എല്ലാവരും ആണിത് നടക്കുന്നത്. എല്ലാവരും ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. മൊബൈൽ നമ്മളിത് പറയുന്ന ഒരു വീഡിയോ ഗെയിം കണ്ടിരിക്കുന്ന ലാഘവത്തോടുകൂടി എല്ലാവരും ഇത് കാണുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ഈ സ്ഥലത്തൊക്കെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വ്യത്യാസമായിരുന്നു. ഇതൊരു ഈ പറയുന്ന ഒരു ആളിനെ ഇപ്പം നമ്മൾ ഗസ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നേരത്തെ റഫ ഈജിപ്തുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ റഫ മുഴുവൻ ബോംബ് ചെയ്ത് ആ ഒരു നോമാൻ സ്റ്റാൻഡ് ഈ പറഞ്ഞ റെഡ് ഏരിയ ഈ ഈജിപ്തിനും ഗസയ്ക്കും ഇടയിലായി. അപ്പോൾ പിന്നെ 3 വശവും ഇസ്രയേൽ മാത്രമേ ഉള്ളൂ. ഒരു വശത്ത് മെഡിറ്ററേനിയൻ സീ ആണ്. അവിടെ ഭയങ്കരമായ പെട്രോളിംഗ് ആണ്. ഒരു മനുഷ്യന് ഇവിടുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റത്തില്ല. അതൊരു അടച്ചിട്ട ഈ പറയുന്ന ഒരിടത്തും പോകാൻ പറ്റാത്ത ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ്. അടച്ചിട്ടിരിക്കുകയാണ്. ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിനകത്ത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ 21 ലക്ഷം 2.1 മില്യൺ ആൾക്കാർ അതിനകത്ത് കുത്തി നിറച്ച് ഭക്ഷണം കൊടുക്കില്ല, വെള്ളം കൊടുക്കില്ല, മരുന്നില്ല, ആശുപത്രി പോകാൻ സമ്മതിക്കില്ല, കറണ്ടില്ല, ഫ്യൂവലില്ല. ഇങ്ങനെ അതിന് പുറത്തുള്ള ബോംബിങ്, മിസൈലും ഡ്രോൺ അറ്റാക്ക്, ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് ഇപ്പോഴത്തെ ക്യാമ്പിന് വളരെ തിക്ലി പോപ്പുലേറ്റഡ് ആണ്. ഒരൊറ്റ സിംഗിൾ മിസൈൽ പോലും ഒരു 100 പേരെ മിനിമം കൊല്ലും. ആ നിലവാരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ കോൺസെൻട്രേഷൻ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെയാണ് ആൾക്ക് ഓടിപ്പോവാനൊക്കെ എന്തെങ്കിലുമൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. ജ്യൂസൊക്കെ ഈ പറഞ്ഞ യഹൂദന്മാർ ജ്യൂസ് പല സ്ഥലത്തും പോയി പലപ്പോഴും അവർക്ക് അഭയം കിട്ടാൻ ഞാൻ തിരിച്ചു വന്ന കഥകളൊക്കെ ഉണ്ട്. എന്നാലും പോലും ഇതങ്ങനെയല്ലല്ലോ, അടച്ചിട്ടിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. മൂന്നാമത്തെ കാര്യം, ഇത് മുമ്പൊക്കെ ഇത് അറിയുമ്പോൾ ആരെങ്കിലും ഈ പറഞ്ഞ വന്ന് ഇടപെടും. പുറത്തുനിന്ന് ആൾക്കാർ വന്നപ്പോൾ ഈ അർമേനിയൻ ജനോസൈഡിനകത്ത് ഇടപെട്ടത് റഷ്യൻ സൈന്യം വന്ന് അവർ ഇടിച്ചു കയറിയിട്ട് അത് നിർത്തുകയാണ് ചെയ്യുന്നത്. ടർക്കിയുടെ ഈ മിലിറ്ററിയെ ഓടിച്ചിട്ടിട്ട് അവർ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് അറിയുമ്പോൾ അവർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ പറഞ്ഞ ഓസ്ട്രിഷ്യയിലും മറ്റുമൊക്കെ എങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. 2 ആർമി വരുന്നുണ്ട്, റുവാണ്ടയിൽ ഫ്രഞ്ച് ആർമി വരുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇടപെടുമായിരുന്നു. ഇപ്പോൾ ആ ഇടപെടലില്ല. എല്ലാവർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ ശേഷിയുള്ളൂ. അല്ലാതെ ആരും ഇടപെടുന്ന ഒരു പ്രശ്നമില്ല. ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ പോലും ഈ പറയുന്ന ജനോസൈഡാണെന്ന് ഇങ്ങനെയാണ് നടക്കുന്നത് അറിയാൻ പോലും അവർ വിളിക്കുന്ന ബ്രദേഴ്സാണ് വിളിക്കുന്നത്. ഇവർക്ക് ഇസ്രയേലിന് പോകുന്ന ആയുധങ്ങൾ മുഴുവൻ ഇവരുടെ പോർട്ട് വഴിയാണ് പോകുന്നത്. അലക്സാണ്ട്രിയയിൽ നിന്നാണ് ഈ പറഞ്ഞ ടെലവീവിലേക്ക് പോകുന്നത്. ദുബായിൽ നിന്നാണ് വരുന്നത്, റിയാദിൽ നിന്നാണ് വരുന്നത്. ഇതെല്ലാം 24 മണിക്കൂർ കൊണ്ട് ഇസ്രയേലിലെത്തും. ഇവർക്ക് വേണ്ടിയുള്ള ഭക്ഷണമോ ആ 60,000 ട്രക്കുകളാണ് ഇപ്പുറത്ത് റഫ ബോർഡറിൽ കാത്തിരിക്കുന്നത്. അത് എത്തണമെങ്കിൽ 2 മാസം 3 മാസം 6 മാസം ഒക്കെ ആയി. ഒരു ട്രക്ക് പോകുമ്പോൾ, ഒരു ട്രക്ക് ആയുധം പോകുമ്പോൾ ഒരു ട്രക്ക് ഈ പറഞ്ഞ ഭക്ഷണം പിന്നെ അങ്ങനെ അത് കൊണ്ടുപോകണമെന്ന് പറയാനായിട്ടുള്ള ഒരു ബാർഗെയിനിങ് കപ്പാസിറ്റി പോലും അവർക്ക് ഇല്ലാണ്ടായി. ടോട്ടലി അതില്ലാണ്ടായി. എന്ന് മാത്രമല്ല, ഇപ്പോൾ പീസ് ട്രീറ്റിക്കകത്ത് നോക്കുമ്പോൾ പീസ് ട്രീറ്റിക്കകത്ത് സൗദി അറേബ്യയും UAE ഒപ്പിട്ടിട്ടില്ല. ടർക്കിയും ഖത്തറും മാത്രമാണ് ഒപ്പിട്ടേക്കുന്നത്. അതിനകത്ത് ഇടപെടാൻ പോലും തയ്യാറില്ല. അതേസമയം ബ്രദേഴ്സ് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അവരെ കൊല്ലാനുള്ള ആയുധങ്ങൾ കടത്തിവിടുന്ന ഏജൻസ് ആയിട്ട് അവർ മാറിയിരിക്കുകയാണ്. മൊത്തമായി പരിശോധിക്കുമ്പോൾ യൂറോപ്പിൽ മാത്രമാണ് അങ്ങനെ അല്ലാത്ത ഒരു സമൂഹം വാസ്തവത്തിൽ ഗസയിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സമരോത്സുകരായിട്ട് വന്നിട്ടുള്ളത് വാസ്തവത്തിൽ അവർ മാത്രമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അതായത്
ഇപ്പം ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ അവിടെ ആ ജനങ്ങൾക്ക് അവിടെ നിന്ന് പുറത്തു പോകാനുള്ള യാതൊരു സാഹചര്യമില്ല, ഒരു മാർഗവുമില്ലാത്ത പ്രദേശത്താണ്. അങ്ങനെയുള്ളൊരു പ്രദേശത്ത് ഒരു സഹായവുമായി ചെല്ലുമ്പോൾ അതെങ്ങനെയാണ്, നിങ്ങളെങ്ങനെയാണ് അത് അനുഭവിച്ചത്? ഞാനിപ്പോൾ 3 പ്രാവശ്യമായിട്ട് അവിടെ പോകുന്നു. 3 പ്രാവശ്യം ഗസയിലേക്ക് പോയിട്ടുണ്ട്. 2023 ഒക്ടോബറിലാണല്ലോ ഈ ബോംബിങ് നടക്കുന്നത്. അപ്പം നവംബറിലാണ് ഈ പറയുന്ന ഈ യുദ്ധം, അത് കഴിഞ്ഞിട്ടാണ് യുദ്ധം തുടങ്ങുന്നത്. ഈ ബോംബിംഗ് ഒക്കെ വളരെ ഇൻഡിസ്ക്രിമിനേറ്റ് ആയി നടക്കുന്നു. അപ്പോൾ ഭക്ഷണം കിട്ടുന്നത്, ഈ പറഞ്ഞ ഭക്ഷണം തടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സാഹചര്യത്തിലാണ് അവിടെ പോകാനായിട്ട് തീരുമാനിക്കുന്നത്. ഇപ്പം എല്ലാ ഓർഗനൈസേഷൻസിനും പോകുമ്പോൾ പ്രശ്നം ചെയ്ത് പോകാനായിട്ട് വഴിയില്ല. ഇതേപോലെ പ്രശ്നമുണ്ട്, വഴിയില്ല. കാരണം ഈജിപ്റ്റ് വഴി പോകണം. ഈജിപ്റ്റ് വഴി റഫ ബോർഡർ പോകണമെങ്കിൽ ഈജിപ്തിൻ്റെ പെർമിഷൻ വേണം. അത് കഴിഞ്ഞിട്ട് ഇസ്രയേലിൻ്റെ പെർമിഷൻ വേണം. അത് കഴിഞ്ഞിട്ട് പാലസ്റ്റീൻ്റെ പെർമിഷൻ വേണം. ഇതെല്ലാം ഒപ്പിക്കണമെങ്കിൽ ഓരോന്നിനും ഓരോ നിയമങ്ങളും മറ്റുമൊക്കെയാണ്. ഇതെല്ലാം അപേക്ഷിച്ച് കിട്ടുമ്പോൾ ആ ദിവസം മാറിപ്പോയി കഴിഞ്ഞ് ഒരു സ്ഥലത്തിൻ്റെ ദിവസം മാറിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ പ്രോസസ്സ് തുടങ്ങണം. അങ്ങനെ നമ്മൾ നവംബർ മുഴുവൻ വാസ്തവത്തിൽ അവിടെ ഈ കൈറോയിൽ ഇതിന് വേണ്ടിയിട്ടുള്ള നട്ടംതിരിയിലായിരുന്നു. അപ്പോൾ പിന്നെയാണ് ഇതൊരു വലിയ ഈ പറയുന്ന ഒരു രൂക്ഷമായ പ്രശ്നമായിട്ട്, ഹ്യൂമാനിറ്ററിയൻ എയ്ഡ് കിട്ടുന്നില്ല, ഇതിന് രൂക്ഷമായ പ്രശ്നമുള്ളത്, അതിൻ്റെ കോറിഡോർ തുറക്കണമെന്നൊക്കെ ഭയങ്കരമായിട്ട് മുറവിളി ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ UN ഇടപെട്ട് അവരാണ് പിന്നെ അത് നേരിട്ട് നടത്തുന്നത്. അപ്പോൾ നേരിട്ട് നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ UN എമർജൻസി മെഡിക്കൽ ടീം എന്ന് പറഞ്ഞ ടീമാണ് നമ്മൾ പോകുന്നത്. അല്ലാതെ ഓർഗനൈസേഷൻസിൻ്റെ ഭാഗമായി UNൻ്റെ തന്നെ എമർജൻസി മെഡിക്കൽ ടീം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ റഫേൽ എത്താൻ തന്നെ ഈ പറയുന്ന ഒരു ദൂരം വളരെ കുറച്ചാണ്, 206 കിലോമീറ്റർ ഉള്ളെങ്കിലും അവിടെ എത്തിപ്പെടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു 15 മുതൽ 20 വരെയെങ്കിലും ചെക്ക് പോയിന്റ് ഉണ്ട്. ഓരോ ചെക്ക് പോയിന്റിലും ഇങ്ങനെ രൂക്ഷമായ ചെക്കിങ്ങാണ്. നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ മുഴുവൻ എടുത്ത് വാരി പറക്കിയിട്ട് നോക്കും. നമ്മളിപ്പോൾ മരുന്നുകൾ കൊണ്ടുപോകും, കമ്പി ഈ പറഞ്ഞ ഓർത്തോപെഡിക്സിൻ്റെ ഇല്ലെങ്കിൽ എല്ല് നേരെയാക്കാണ് കമ്പിയൊന്നും അവിടെ ഇല്ല, അത് കൊണ്ടുപോകും. ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ടുപോകും, അൾട്രാസൗണ്ട് കൊണ്ടുപോകും, പല സാധനം കൊണ്ടുപോകും, അതെല്ലാം എടുത്ത് കളയും. അങ്ങനെ ഇവിടെ എത്തുമ്പോൾ ഒരു 2 ദിവസം എടുക്കും. ഈ പറയുന്ന റഫ ബോർഡർ കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറാനായിട്ട് 2 ദിവസം മിനിമം നമുക്ക് അന്ന് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഈ 3 പ്രാവശ്യം പോകുമ്പോഴും ഇഷ്യൂസ് വ്യത്യസ്തമാണ്, വളരെ വളരെ വ്യത്യസ്തമാണ്. അതിനൊരു ഇവോൾവ്മെന്റ് തന്നെ ഭയങ്കര വ്യത്യാസമാണ്. അവസാനത്തെ പോകുമ്പോൾ ശരിക്കും ഒരു പീക്കിലെത്തുന്ന സമയം ഈ കഴിഞ്ഞ പ്രാവശ്യമാണ് ഏറ്റവും ഒരു രൂക്ഷമായി എല്ലാത്തിനും ഒരു എന്ന് പറയുന്ന വളരെ മോശമായ അവസ്ഥയിലും ഇരുമ്പോൾ. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ റഫ ബോർഡർ അടച്ചു. പിന്നെ പോകാൻ പറ്റുന്നത് അമ്മാൻ വഴിയേ പോകാൻ പറ്റുള്ളൂ. ജോർഡാനിൽ പോയിട്ട് ജോർഡാനിൽ നിന്ന് ഇസ്രയേലിൽ ക്രോസ് ചെയ്തിട്ട് ഇസ്രയേലിൻ്റെ കോൺവോയ് നമ്മളെ കൂടെ ഉണ്ടാവും. അവർ അലംബി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെത്തിക്കും. അലംബിയിൽ നിന്ന് അടുത്ത കോൺവോയിൽ നോമാൻസ് ലാൻഡ്, ഈ പറയുന്ന ഇസ്രയേലും ഗസയുമായിട്ടുള്ള നോമാൻസ് ലാൻഡിലെത്തും. നോമാൻസ് ലാൻഡ് എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഇവിടുന്ന് ഈ പാലസ്റ്റീനിൽ നിന്ന് അടുത്ത കോൺവോയ് വരും. അവർ നമ്മൾ കൊണ്ടുപോകുന്നതാണ് ചെയ്യുന്നത്. രണ്ടും ഈ പറഞ്ഞ 2 ദിവസം എടുക്കുന്ന ഒരു വലിയ ലബോറിയസ് ആയിട്ടുള്ള ഏർപ്പാട്. വളരെ എന്താ പറയുക, 2 ദിവസം ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകും. അത്രയ്ക്കും വലിയ ഈ പറയുന്ന ആ ഒരു ഏർപ്പാട് നമ്മൾ ഈ കാത്തു കെട്ടി കിടന്ന് ഈ പറയുന്ന ഈ അധികാരികളെല്ലാം നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്, 100 കണക്കിന് ചോദ്യങ്ങൾ, ഇതെല്ലാം കഴിച്ചിട്ടാണ് അങ്ങോട്ട് പോകേണ്ടത്. മുമ്പൊക്കെ ആദ്യത്തെ പ്രാവശ്യം മുമ്പ് ഏകദേശം 1000-2000 ഇടയിൽ ആൾക്കാരുണ്ട്, ഈ പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ അവസാനമായപ്പോൾ 100 പേര് മാത്രമേ, നമ്മൾ സർജൻസും ഡോക്ടേഴ്സും നഴ്സസ്മാരും അടക്കം ഒരു 100 പേര് മാത്രമേ വാസ്തവത്തിൽ ഇപ്പോൾ ആ സമയത്ത് ഈ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ജേർണലിസ്റ്റുകൾ പോലും ഇല്ല, ജേർണലിസ്റ്റ് എല്ലാം മാറിപ്പോയി, അവർ കയറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു ടീം മാത്രമേ വാസ്തവത്തിൽ ഇപ്പോൾ ഉള്ളൂ. ഇത്തരം ഈ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? അതായത് ഇപ്പം മരുന്നുകൾക്ക് ക്ഷാമമുണ്ട്, ഇതുപോലെ കൊണ്ടുപോകുന്ന ചികിത്സാ ഉപകരണങ്ങൾ അവർ പിടിച്ചെടുത്ത് കളയുന്നുണ്ട്. അപ്പോൾ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഈ ആളുകളെ ചികിത്സിക്കാൻ എങ്ങനെ സാധിക്കുന്നത്? പരിക്കുകൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു പിന്നാമ്പുറം നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ രൂക്ഷത മനസ്സിലാവുള്ളൂ. ആക്ച്വലി ഈ പറഞ്ഞ ആദ്യം ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ആയിരുന്നു. അന്ന് അവർ ടാർഗറ്റ് ചെയ്ത് ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് മുഴുവൻ നശിപ്പിച്ചിരുന്നു. വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഡീസലിനേഷൻ പ്ലാന്റ് ആണ്. കടലിൽ നിന്നുള്ള വെള്ളം എടുത്തിട്ട് ആ ഡീസലിനേറ്റ് ചെയ്ത് ശുദ്ധീകരിച്ച് കൊടുക്കുന്ന പ്ലാന്റുകൾ ഒരു 7-8 എണ്ണം ഉണ്ടായിരുന്നു. അതെല്ലാം
ആദ്യത്തെ പ്രാവശ്യം തന്നെ അവർ ബോംബ് ചെയ്ത് തകർത്തു. അപ്പോൾ കുടിക്കാൻ വെള്ളമില്ല. നമ്മൾ ഗാസയിലേക്ക് അന്ന് ആ സമയത്തൊക്കെ ചെല്ലുമ്പോൾ ഈ പറയുന്ന ഫീസിസിൻ്റെ സ്മെല്ല് മാത്രമേ ഉള്ളൂ. ഈ ബോർഡർ ക്രോസ് ചെയ്യും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൂക്കത്ത് ഈ രൂക്ഷമായ ഹൈഡ്രജൻ സൾഫൈഡിൻ്റെയും സൾഫർ ഡൈ ഓക്സൈഡിൻ്റെയും മീഥേൻ്റെയും രൂക്ഷ ഗന്ധമാണ് വരുന്നത്. നമ്മളിത് അന്വേഷിച്ച് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെയല്ല ഇത് സംഭവം. ഒന്ന് ടെൻറ്റുകളിലാണ് ആൾക്കാർ. ടെൻറ്റുകളിലാകുമ്പോൾ ഈ ടെൻറ്റിൻ്റെ മെറ്റീരിയലിന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ടെൻറ്റിൻ്റെ മെറ്റീരിയൽസ് കിട്ടാനാണ്. അപ്പം അത് വാങ്ങിക്കാനും പറ്റില്ല. അപ്പോൾ അത് എവിടെ കിട്ടുന്നിടത്തുനിന്നെല്ലാം എങ്ങനെയെങ്കിലും ഒപ്പിച്ചു. അപ്പോൾ ഒരു ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുകയില്ല. ഒന്നും വെള്ളമില്ല, പൈപ്പ് ലൈൻ ഇല്ല, അങ്ങനെ സംഭവമൊന്നുമില്ല. അപ്പോൾ ഈ ടോയ്ലറ്റ്സ് മിക്കവാറും ഒക്കെ നടത്തുന്നത് ഈ ഓർഗനൈസേഷൻസ് നടത്തുന്നത്. ഒരു ടോയ്ലറ്റിലൊക്കെ ഒരു 1500-2000 പേരൊക്കെയാണ് ഒരു ദിവസം ഉപയോഗിക്കുന്നത്. അതിന് പുറത്ത് വെള്ളമില്ലെന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒഴുകി പരന്ന് ആ റോഡ് മുഴുവൻ ഇങ്ങനെ, നമ്മൾ റോഡൊന്നും പറയാൻ പറ്റില്ല, മുഴുവൻ ഇങ്ങനെ മണ്ണിൽ മുഴുവൻ ഇങ്ങനെ നമ്മൾ ചവിട്ടുമ്പോൾ സീപ്പി പതുത്ത മണ്ണിനകത്ത് നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഈ പറഞ്ഞ ഇതെല്ലാം കൂടെ പോയി സീപ്പ് ചെയ്ത് ഒരു സ്ഥലമാണ്. ഇതിൻ്റെ കൂടെ ഇത് പ്രശ്നമാകുമ്പോൾ വെള്ളമില്ലല്ലോ. വെള്ളമില്ലാതെ കുടിക്കാനില്ല, ഒരു സ്ഥലത്തും കുടിക്കാൻ വെള്ളമില്ല. അപ്പോൾ ആൾക്കാർ കാലത്ത് ഇങ്ങനെ കുപ്പിയും ബക്കറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കും, വെള്ളം എവിടെയാണ് കിട്ടുകയെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എവിടെ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ അവർ കുടിക്കാൻ തുടങ്ങും. കാരണം അത്രയും ദാഹമായിട്ട് കുടിക്കാൻ തുടങ്ങും. ഈ വെള്ളമാണ് കുടിക്കുന്നത്. ഒരു 35% ആ സമയത്ത് എല്ലാ ദിവസവും ഔട്ട് ബ്രേക്കാണ്. ഈ പറഞ്ഞ ഡിസെൻട്രി, ഷിഗല്ലോസിസ്, കോളറ, ടൈഫോയിഡ്, ഓരോ സ്ഥലത്തും ഓരോന്നും അങ്ങ് പൊട്ടിപ്പുറപ്പെടുക. ഈ ഡയറൽ ഡിസീസാണ്, അക്യൂട്ട് ഡയറൽ ഡിസീസാണ്. കാരണം വെള്ളത്തിൻ്റെ ഈ പ്രശ്നം തന്നെയാണ്. പ്രശ്നങ്ങൾ എല്ലായിടത്തും ഈ പറയുന്ന അക്യൂട്ട് ഡയറൽ ഡിസീസ്. അതിന് പുറത്ത് ഈ പറഞ്ഞ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ കോവിഡൊക്കെ പിടിക്കുമ്പോൾ വെച്ചാൽ നമുക്ക് ചുമച്ച് കുരച്ചൊക്കെ ഈ പറഞ്ഞ രക്തം തുപ്പിയൊക്കെ മരിക്കാം. അതിനൊരു ഡിഗ്നിറ്റി ഉണ്ട്. ഈ പറയുന്ന ഇതിപ്പോൾ ഡയറി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ടോയ്ലറ്റിൽ പോകണ്ടേ. ഒരു ടോയ്ലറ്റിന് മുമ്പിൽ പോയി കഴിഞ്ഞാൽ 150 മുതൽ 200 പേരാ ക്യൂ നിൽക്കുന്നത്. മനുഷ്യനെ അവസാനിച്ചവിടെ, ആൾക്കാരെ അവസാനിച്ചു. അവർ ഇത് കണ്ടു പിന്നെ അവർക്ക് പിന്നെ ഇത് നടക്കില്ലെന്ന് മനസ്സിലാവും. ജീവിതം അവസാനിച്ചെന്ന് മനസ്സിലാവും. ഈ പറഞ്ഞ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അല്ലാതെ നമ്മൾ ഇവിടുത്തെ പോലെ ഇത് ഉപയോഗിക്കാതെ ഇങ്ങനെ ശീലിച്ച ആൾക്കാരൊന്നുമല്ല. അവരുടെ ജീവിതം അങ്ങ് അവസാനിച്ചു. അവർ നിന്നിടത്തങ്ങ് ഇരിക്കാൻ തുടങ്ങും. അതൊരു ഫോളാണ്, ഒരു സ്റ്റീപ്പായിട്ടുള്ള ഫോളാണ്. നമ്മൾ ക്യാമ്പിലൊക്കെ പോകുമ്പോൾ ഈ വലിയ ഈ പറഞ്ഞ ക്യാമ്പുകളുണ്ട്, ടെൻറ്റുകൾ ഇങ്ങനെ 1000, 2000, 3000 ഒക്കെ ഉള്ള നടുക്കായിരിക്കും ഒരു ക്ലിനിക്ക് ഉണ്ടാവുക. ആ ക്ലിനിക്കിലേക്ക് പോകുമ്പോൾ 2 സൈഡും ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഈ തുണിയൊക്കെ എടുത്തിട്ടൊക്കെ മറച്ചിട്ട് ബാക്കിയൊക്കെ എക്സ്പോസ്ഡ് ആയിട്ട് അവിടെ ഇരിക്കും. അത് നമ്മൾ കാണുമ്പോൾ ഞെട്ടും, അറിയാതെ വിതുമ്പിപ്പോവും, കരഞ്ഞു പോവും അവർക്ക്. ഇത് ഒരു പ്രാവശ്യം പോയാൽ പറ്റുമോ? ഈ ഡയറിയല്ലേ, 2-3 പ്രാവശ്യം അവിടെ നിന്ന് ഇരിക്കും. ഇരുന്ന് മറിഞ്ഞു വീണിട്ട് അവിടെ കിടന്ന് മരിക്കും. നമ്മൾ ഇത് ഒരു ഡിഗ്നിറ്റി പോകുന്ന ഹോൾ സമൂഹത്തെ കാണുന്നത്. നമ്മൾ പരിക്കേറ്റ ആൾക്കാർക്ക് ആശുപത്രി വരുന്നതൊക്കെ ഭയങ്കര ഇറ്റ്സ് ഈസി. നമ്മൾ സ്ഥിരം കാണുന്ന പല സ്ഥലത്തും കാണുന്നതാണ്. പക്ഷെ ഇത് ഒരു സമൂഹത്തിന് മൊത്തമായിട്ട് ആത്മാഭിമാനം നഷ്ടപ്പെടുകയാണ്. ടോട്ടലി ഷാറ്റർ ചെയ്യും. നമുക്ക് ഇതൊക്കെ നമുക്ക് കാണാൻ ഈ പറയാൻ പറ്റാത്ത, നമ്മൾ സഹിക്കാൻ പറ്റാതാവുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ്. ഈ പറഞ്ഞ അൽ-അക്സ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞ ബോംബിങ്ങിനെ കാര്യം നോക്കുമ്പോൾ ഹോസ്പിറ്റൽ അന്ന് അൽ-അക്സ ഹോസ്പിറ്റലിന് ചുറ്റും എല്ലാ കെട്ടിടവും ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കും. ഈ ഒരു ഒറ്റത്തെങ്ങ് പോലെ നിൽക്കുന്ന ഒരു കെട്ടിടം. അപ്പോൾ അവിടെ ഇവർക്ക് താമസിക്കുന്ന ഈ പറഞ്ഞ ഈ മൊബൈൽ ടവർ എന്ന് വെച്ചൊന്നുമില്ല. മൊബൈൽ എല്ലാം ഇസ്രയേലിൽ നിന്ന് വഴിയാണ് വരുന്നത്. അവരിടയ്ക്ക് ഇത് ഓൺ ചെയ്യുമ്പോൾ ആരൊക്കെ ഇവിടെ നിൽക്കുന്നത് അവർക്കറിയാം. ഇവർ സംശയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊരു ഡ്രോണ്, സാധാരണ ഡ്രോണ് ഫുൾ ടൈം ഉണ്ട്. ഇപ്പം നോക്കിയാൽ ആകാശത്ത് ഒരു 5 മുതൽ 10 ഡ്രോൺ കാണും. ഈ സമയത്താകുമ്പോൾ കൂടുതൽ ഡ്രോൺ വരും. കൂടുതൽ ഡ്രോൺ വന്നു കഴിഞ്ഞാൽ അപ്പം അറിയാം അടുത്ത ബോംബിങ് നടക്കുന്നവർക്കറിയാം. ബോംബിങ്ങോ അല്ലെങ്കിൽ മിസൈൽ വരുമെന്ന് അറിയാം. ആണുങ്ങളെല്ലാം കൂടെ എടുത്ത് ചാടി ഓടും, എവിടെയെങ്കിലുമൊക്കെ ഓടും. അപ്പോൾ അവരെയാണല്ലോ ടാർഗറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് അവർ അതങ്ങ് ഓടിത്തള്ളും. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് എന്താ, ഈ സ്ത്രീകളും കുട്ടികളാവും ബാക്കി. കുട്ടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ടെൻറ്റിനകത്ത്
15 മുതൽ 20 പേര്, 20, 25, 30 പേരൊക്കെയാണ് ഒരു ചെറിയ ടെന്റ്. ഈ റൂമിന്റെ അത്രയൊന്നും ഇല്ല ആ ടെന്റിനകത്ത്. അത്രയും പേരാ കഴിയുന്നത്. കുട്ടികളൊക്കെ രാവിലെ കഴിച്ചങ്ങ് പോയിട്ട് അവർ എവിടെ പോയെന്നൊന്നും അറിയാൻ പറ്റില്ല. അവരവിടെ സ്കൂളില്ല, ഒന്നുമില്ല, തോന്നിയിടത്തൊക്കെ പോകും. ഇവരെവിടെ പോയെന്നറിയില്ല. അമ്മമാരൊക്കെ ഇവരെ നോക്കി നടക്കും. ഈ ബോംബിങ് വരുന്ന ഇതിനെയൊക്കെ കൊണ്ട് എവിടെയെങ്കിലും ഓടിക്കാന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം എടുത്തിട്ട് ഈ പറയുന്നവരെ കുപ്പായം, ഈ പാൽക്കുപ്പിയും മറ്റും എല്ലാം എടുത്ത് ഇറങ്ങി തീരുമ്പോഴേക്കും മുമ്പ് തന്നെ ബോംബ് ഒന്ന് വീഴും. അങ്ങനെ ഇതിനകത്ത് മുഴുവൻ ഈ പറയുന്ന ഈ 66,000-ത്തിനകത്ത് ഒരു 40,000-ത്തിന് മുകളിൽ സ്ത്രീകൾ കുട്ടികളാവുന്നതിൻ്റെ കാര്യം ഇതാണ്. ഇവരാണിത് ഈ പറഞ്ഞ ഇത് മുഴുവൻ ഏറ്റുവാങ്ങിക്കുന്നത്. ഒരു പ്രാവശ്യം ഒരു മിസൈൽ ഒന്ന് വീട് കഴിഞ്ഞാൽ പിന്നെ ആരും പോവില്ല. ആദ്യത്തെ പ്രാവശ്യമൊക്കെ പോയപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് തന്നെ സംഭവിക്കുന്നത്. അടുത്ത് വീണ്ടും രണ്ടാമത് വരും, 5 മിനിറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ വരും, പിന്നെ മൂന്നാമത്തത് വരും. അങ്ങനെ 5 മിസൈലെങ്കിലും ഒരു സ്ഥലത്ത് തന്നെ വരും. ഇത് ടാർഗറ്റ് ചെയ്യുന്ന രക്ഷപ്പെടുത്താൻ വരുന്ന ആൾക്കാരെ അപ്പം ആരും പോകത്തില്ല. 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ ആരെങ്കിലുമൊക്കെ വരുന്നത്. ആ വന്നു കഴിയുമ്പോഴേക്കും മിക്കവാറുമൊക്കെ എല്ലാവർക്കും മരിച്ചിട്ടുണ്ടാവും, മരിക്കേണ്ടവരൊക്കെ മരിച്ചിട്ടുണ്ടാവും, ചെറുത് വെച്ചിട്ടുണ്ടാവും. ബാക്കി എല്ലാവരെയൊക്കെ പറക്കി കൂട്ടി പിന്നെ ആശുപത്രി വരുമ്പോൾ ഈ കുട്ടികളെയും കൊണ്ടുവരുന്ന റിലേറ്റീവ്സോ പാരൻസോ ഒക്കെയാണ് വരുന്നത്. അവരിങ്ങനെയൊക്കെ വന്നിട്ട് അലമുറ ഇടുന്ന രംഗമുണ്ട്. വലിയൊരു ഹാള് നമ്മുടെ അവസാനം ഇതിനു വേണ്ടി മാത്രം. കാരണം 1 മണിക്കൂർ മുമ്പൊക്കെ കളിച്ചു നടന്ന കുട്ടികളാണ്. അതിങ്ങനെ തലയും പൊട്ടി കൈയും കാലും പോയി വയറൊക്കെ പിളർന്ന് ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ അതിനെ താങ്ങിക്കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയും. നമുക്ക് മരിച്ചെന്ന് പറയാൻ പറ്റില്ല. അവരോട് മരിച്ചെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ മരിച്ചതെന്ന്. പക്ഷെ ഇവരോട് പറയാൻ പറ്റുമോ? ഇവര് അത് നമുക്ക് പറയാൻ ഇത് മനസ്സിലാക്കി അവർ അക്സെപ്റ്റ് ചെയ്ത് വരാൻ തന്നെ ഒരു 1-2 ദിവസം എടുക്കും. ഇതൊരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെക്ക് പിന്നെ ഈ പറയുന്ന പരിക്കേറ്റ ആൾക്കാർ മുഴുവൻ വന്നു തുടങ്ങും. അപ്പോൾ ആദ്യം വരുന്ന ആൾക്കാർ നമ്മൾ മിക്കവാറും ലാപ്രോട്ടമിയാണ് ഏറ്റവും പ്രധാനമായിട്ട് വയറിൽ ഉണ്ടാകുന്നത്. ചെസ്റ്റ് ട്യൂബ് ഇടുന്നത് ഒരു ഹോളിൽ അങ്ങനെ ചെസ്റ്റ് ട്യൂബ് ഇട്ട് നെഞ്ചിലുള്ള ഇഞ്ചുറിയൊക്കെ പരിഹരിക്കും. തലയ്ക്ക് പരിക്കേറ്റൊരു മിക്കവാറൊക്കെ മരിച്ചു പോകാനാണ് സാധ്യത. അവരെ വാസ്തവത്തിൽ അവരെ നെഗ്ലക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. പിന്നെ ലാപ്രോട്ടമിക്ക് വരുന്ന ഒരു 5 ടേബിളോ 6 ടേബിളോ കാണും. വരുന്നൊരു 30-40 പേരിലേ വരുന്നത്. അപ്പം 5 ടേബിളിലെ അനസ്തീഷ്യ കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പച്ചക്ക് ഈ പറയുന്നത് അനസ്തീഷ്യ കൊടുക്കാതെ സർജറി ചെയ്യേണ്ടി വരും. വേറെ നിവൃത്തിയില്ല. ഇല്ലെങ്കിൽ മരിച്ചു. ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന ഒരു സൊല്യൂഷൻ കൊടുത്തിട്ടോ ഇല്ലെങ്കിൽ ഒരു ടാപ്പ് ബ്ലോക്ക് കൊടുത്തിട്ടോ ഒക്കെ ട്രോളിക്ക് എടുത്തിട്ട് ചെയ്യേണ്ടി വരും. പാക്ക് ചെയ്യേണ്ടി വരും. 4 ക്വാർട്ടർ പാക്കിങ് നടത്തേണ്ടി വരും. എമർജൻസി ലാപ്രോട്ടമി ചെയ്തിട്ട് ഡാമേജ് കൺട്രോൾ ചെയ്യേണ്ടി വരും. ഇത് എല്ലാ ദിവസവും സംഭവിക്കുന്നതാണ്. ഇത് തുടക്കത്തിൽ ഇങ്ങനെയാണെങ്കിൽ അന്ന് ഈ പറയുന്ന അവസാനമായപ്പോഴേക്കും രണ്ടാമത്തെ പ്രാവശ്യത്തിൻ്റെ അവസാനമായപ്പോഴേക്കും ഈ വെള്ളത്തിൻ്റെ പ്രശ്നം കുറേയൊക്കെ പരിഹരിച്ച് കിട്ടി. കാരണം പിന്നെ സംഘടനകൾ വന്നിട്ട് ഒരു 3 വലിയ ഡീസലിനേഷൻ പ്ലാന്റ് ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടത് വെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചു. പക്ഷേ അപ്പോഴും സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തിൻ്റെ എഫക്റ്റ് കുറച്ച് നാളെടുക്കും. കാരണം എല്ലാവരുടെയിലൊക്കെ കുറച്ചൊക്കെ സ്റ്റോറേജ് ഉണ്ടാവും. പതുക്കെ തീരത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഈ കിട്ടുന്നതൊക്കെ വെച്ചിട്ട് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യും. അതങ്ങ് രൂക്ഷമാവെന്ന് വെച്ച് കഴിഞ്ഞാൽ വില കൂടും. ഇപ്പോൾ ഞാനിപ്പോൾ നോക്കുമ്പോൾ 1 കിലോ പഞ്ചസാരയ്ക്ക് ഏകദേശം $100. $100 എന്ന് വെച്ച് കഴിഞ്ഞാൽ 9,000 രൂപയാണ്. 1 കിലോ ആട്ടയ്ക്ക് ഏകദേശം $40. ഒരു സിംഗിൾ സിഗരറ്റിന് $15. ഇങ്ങനെയാണ് ഈ സാധനങ്ങളുടെ വില. ഈ പറഞ്ഞ സാധനത്തിന്റെ അവൈലബിലിറ്റി കുറയുന്നതനുസരിച്ച് വില ഭയങ്കര കൂടും. പിന്നെ അവർ മാത്രമല്ല, ഷെക്കലാണ് അവിടെ ഈ ഇസ്രയേലിന്റെ കറൻസിയാണ് ഉള്ളത്. ഷെക്കൽ എന്നാണ് പറയുന്നത്. അത് അവരുടെ അക്കൗണ്ടിലേക്ക് 1000 ഷെക്കൽ വന്നു കഴിഞ്ഞാൽ അത് മാറ്റാൻ പോയി കഴിഞ്ഞാൽ 500 കിട്ടുള്ളൂ. ബാക്കി 500 കമ്മീഷനാണ്. അപ്പോൾ 2 സൈഡിലും സ്ക്യൂഡായി. ഇത് വരുമാനം മുഴുവൻ ഈ പറയുന്ന എല്ലാ സാധനങ്ങളും അടച്ചുപൂട്ടും. ഈ പറയുന്ന മാനുഫാക്ചറിങ് സാധനങ്ങൾ മുഴുവൻ അടച്ചുപൂട്ടും. കച്ചവട സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചുപൂട്ടും. കച്ചവട സാധനങ്ങൾ വരത്തില്ല. ഭക്ഷണം ഈ പറഞ്ഞ ഈ അരിയും ഈ പറയുന്ന പയറും അല്ലാണ്ട് വേറൊന്നും കിട്ടില്ല. നമ്മളും അടക്കം ഇങ്ങനെയാണ് കഴിക്കുന്നത്. ബാക്കിയൊന്നും വരില്ല. കോഴിയില്ല. കോഴിയെല്ലാം തിന്നു തീർത്തു. അപ്പോൾ കോഴിയില്ലെങ്കിൽ കോഴിയില്ല, കോഴി മുട്ടയില്ല.
വിറകുകളെല്ലാം എല്ലാ ചെടികളും വെട്ടി 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 വിറകുകളാക്കി ഊഷര പോകും. ഒരു മരം പോലും അവിടെ ഇല്ല. അപ്പം ഇതിൻ്റെ എന്നിട്ട് ഇപ്പോൾ ഇത് ഗ്രാജുവലായിട്ട് അന്നൊക്കെ ഈ പറഞ്ഞ UN ആയിരുന്നു ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഭക്ഷണം ഇവർക്ക് കിട്ടാതാവുമ്പോൾ ഈ പതുക്കെ പതുക്കെ എല്ലാ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലും അടിയുണ്ടാവും. കിട്ടുന്ന സാധനത്തിന് വേണ്ടിയിട്ടുള്ള അതിഭയങ്കരമായ അടി. ഈ ഭക്ഷണ വിതരണത്തിന് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ആണെങ്കിൽ ഈ കുട്ടികൾക്ക് സ്ത്രീകൾക്ക് കുറച്ച് ഒരു പ്രിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇവർ ഈ ഭക്ഷണം വിതരണം ചെയ്യുമ്പോഴതിന് വലിയ ക്യൂ ആണ്. 1-2 കിലോമീറ്റർ ക്യൂ ആണ്. ആണുങ്ങളെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അവർ ചിലപ്പോൾ 2 ദിവസമായിട്ട് ക്യൂ നിൽക്കുന്നതായിരിക്കും. അപ്പോഴാണ് ഈ പറഞ്ഞ ഈ ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ കുട്ടികളും സ്ത്രീകളും ഓടി വന്ന് ഭക്ഷണം മേടിക്കും. അപ്പോൾ കുട്ടികൾ അവിടെ നിന്ന് ഇങ്ങനെ തിന്നു തുടങ്ങും. തിന്ന് ചെറിയ കുട്ടികളല്ലേ, വയറ് നിറയുമ്പോഴേക്കും അവർ കുറച്ചങ്ങ് കളയും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഈ പറയുന്ന വിശപ്പ് എന്ന് പറയുന്ന ഒരു വികാരം ഭയങ്കര, നമുക്കൊരു കുറച്ച് നാളൊക്കെ ഈ ഭക്ഷണം ഇല്ലാതെയൊക്കെ ജീവിക്കാൻ പറ്റും. ഭക്ഷണം കാണാതിരുന്നാൽ മതി. കാണാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭക്ഷണം കഴിക്കാതെ കഴിയും. പക്ഷെ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൺട്രോളങ്ങ് പോകും. അതും പ്രത്യേകിച്ച് ഒരാൾ ഭക്ഷണം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കഴിച്ചിട്ട് അത് താഴെ കളയുന്നത് കാണുമ്പോൾ ഈ പറഞ്ഞ ഇവർക്ക് അങ്ങ് ദേഷ്യം ഇരച്ചു കയറും. ഭക്ഷണം തീരാറാവുമ്പോൾ ഇവർ ആണുങ്ങളെല്ലാം കൂടെ അങ്ങ് ഇരച്ചു കയറിയിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ എടുത്ത് എറിയാൻ തുടങ്ങും. അടിയും ഇടിയും. ആ കുട്ടികളെ കൂടെയുള്ള ബാക്കി ആൾക്കാർ ഇവരെ അടിക്കും. അത് പിന്നെ ഭയങ്കര വെടിവയ്പ്പിൽ അവസാനിക്കും. കുറേ പേര് മറ്റേ പാത്രം എടുത്ത് തലക്കടിക്കുന്നു, എടുത്ത് മറച്ചിടുന്നു, ഉള്ള ഭക്ഷണം മുഴുവൻ തൂവിക്കളയുന്നു. അങ്ങനെ ഇത് അങ്ങ് നടക്കാൻ പറ്റാതെ, ഒരു ഭക്ഷണവും വിതരണവും നടക്കാൻ പറ്റാതെ. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഇത് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഭക്ഷണം വിതരണം ചെയ്യുന്നത്, ഭക്ഷണം സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അതിഭയങ്കര പ്രശ്നം. ഇത് ലോകം മുഴുവനും അറിയുന്നു, ഇത് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അറിയുന്നു. അപ്പോൾ ഇവർക്ക് ഇന്നും ചെയ്തേ പറ്റുന്നതായി. അപ്പോൾ ഇവർ ഇസ്രയേലും അമേരിക്കയും കൂടെ ചേർന്നിട്ടൊരു ഗാസ ഒരു ഹ്യൂമാനിറ്ററിയൻ ഫൗണ്ടേഷൻ സാധനം ഉണ്ടാക്കി. അതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണം വിതരണം ചെയ്യാൻ തുടങ്ങി. അവിടെയാണെങ്കിലും ഈ പറയുന്ന റെഡ് സോണിലാണ്. ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് പുറത്തുള്ള സ്ഥലമാണ്. വലിയ മൈതാനം കണക്കെയുള്ള സ്ഥലത്ത് അടച്ചുപൂട്ടിയൊരു ക്യൂ സിസ്റ്റം ഉണ്ട്. ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ക്യൂവിനകത്ത് റേസർ ബ്ലേഡ് വയർ വെച്ചിട്ടാണ് ക്യൂ ഇങ്ങനെ വേർതിരിക്കുന്നത്. അവിടെ പോയാൽ ഭക്ഷണം കിട്ടും. അപ്പോൾ അവിടുത്തെ ആ സീനൊക്കെ കാണണം. ഈ പറഞ്ഞ 50,000 മുതൽ 1,00,000 പേരൊക്കെയാണ് ഈ ഭക്ഷണത്തിന് വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ചികിത്സയ്ക്ക് എത്തുന്ന ആൾക്കാർ ഇപ്പം പരിക്കേറ്റ് വരുന്നത്. അപ്പോൾ ഒരുത്തൻ പറഞ്ഞ കഥ, മുഹമ്മദ് എന്ന് പറഞ്ഞ കക്ഷിയുണ്ട്. അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ അയാൾ 6-7 പ്രാവശ്യം പോയി. അയാളുടെ വീട്ടിൽ ഏകദേശം 15ഓളം പേരുണ്ട്. അയാളുടെ 2 ചേട്ടന്മാർ ഇതുപോലെ ഭക്ഷണത്തിന് പോയിട്ട് ഒരാളുടെ ട്രക്ക് കയറി മരിച്ചു, ഒരാൾ വെടികൊണ്ട് മരിച്ചു. ബാക്കി അച്ഛനമ്മമാരും അവരുടെ ഭാര്യയും കുട്ടികളും ഒക്കെ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇയാൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഇനി ഭക്ഷണം അവിടെ കൊണ്ടുവരാനൊരു ഇയാൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇയാൾ പോയില്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ ഇയാൾ തന്നെ ഒരു പ്രാവശ്യം ഇതുപോലെ പറഞ്ഞ സ്റ്റാമ്പേഡിനകത്ത് താഴെ വീണിട്ട് അതിനെ പുറത്ത് കയറി പരിക്കേറ്റു. ഒരു പ്രാവശ്യം കൈ ഒടിഞ്ഞു. അപ്പോൾ ഈ പരിക്കേറ്റ് വന്നിട്ട് നമ്മൾ ചികിത്സയ്ക്ക് വരുമ്പോഴേ കഥ പറയുന്നത്, നേരത്തെ പോയാൽ ഈ പറയുന്ന അരി, ഈ പറഞ്ഞ പയറ്, എണ്ണ, കുറച്ച് സാധനങ്ങൾ കൂടെ കിട്ടും. താമസിച്ച് പോയ അരിയും പയറും മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇവരെന്ത് രാവിലെ പോകും. രാവിലെ പോയാൽ അവിടെ 10 മണിക്ക് തുറക്കുള്ളൂ. 2 മണിക്ക്, രാത്രി 2 മണിക്ക് 1 മണിക്കൊക്കെയാണ്. അപ്പോൾ രാത്രി 2 മണിക്ക് 1 മണിക്കൊക്കെ ഇവിടെ പോകുമ്പോൾ വലിയ ആൾക്കൂട്ടമാണ്. അവരെ ഈ പറഞ്ഞ ഇതിൻ്റെ 7 എത്താൻ സമ്മതിക്കില്ല. ഡ്രോണുകളൊക്കെ വന്ന് വെടിവെക്കാൻ തുടങ്ങും. അവർ പറയുന്നത് വെച്ചാൽ ഈ പറഞ്ഞ മണ്ണിലങ്ങ് മലന്ന് കിടക്കും. ഇവരെ ഒരു കുന്നിൻ്റെ സൈഡിൽ ഇങ്ങനെ മലന്നങ്ങ് കിടക്കും. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ മലന്ന് കിടക്കും. തല പൊക്കാൻ പറ്റില്ല. തല പൊങ്ങിയാൽ അപ്പം വെടികൊണ്ട് അപ്പം ഈ പറഞ്ഞ പരിക്കേക്കും, അല്ലെങ്കിൽ മരിക്കും. പരിക്കേറ്റല്ലോ അയാളെ എടുക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അങ്ങനെ രാവിലെയൊക്കെ ആകുമ്പോഴേക്കും ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ രക്തത്തിൽ കുളിച്ച് കുറേ പേര് എന്തായാലും മരിക്കും. അപ്പം നേരത്തെ പോകുന്നതിൻ്റെ ഗുണമെന്താ? ഈ ഭക്ഷണം കൂടുതൽ കിട്ടും, പക്ഷേ മരിക്കാനുള്ള സാധ്യത കൂടുതല. എന്നിട്ട് അവൻ ഈ പറയുന്ന ഈ ക്യൂവിനകത്ത് പോകുന്ന മുമ്പേ ഡ്രോണുകൾ വന്ന് പരിശോധിക്കും, ആയുധമുണ്ടെന്ന് പരിശോധിക്കും. എന്നിട്ട് ഈ റേസർ വയർ കെട്ടിയിട്ടുള്ള സ്ഥലത്തിനിടയിൽ കൂടെ ഇവരെല്ലാവരും കൂടെ അങ്ങ് പോകും. അതുകൊണ്ട് ഈ പറയുന്ന മീൻ വരയുന്ന പോലെ വരഞ്ഞിട്ടാണ് ഇവർ ഫ്രണ്ടിലെത്തുന്നത്. അങ്ങനെ ഈ പറയുന്ന പകുതി ജീവൻ നഷ്ടപ്പെട്ടാണ് ഈ സാധനങ്ങൾ മേടിക്കുന്നത്. സാധനം മേടിച്ചിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്.
ഈ സാധനം ഇങ്ങനെ ഇത്രയും മെനക്കെട്ടുന്നത് മേടിക്കുന്നതിനെക്കാട്ടും നല്ലതാണല്ലോ ഇവരൊന്ന് അടിച്ചു മാറ്റുന്നത്. അതിന് വലിയ മാഫിയകളുണ്ട്. വരുന്നവർ ഈ പറയുന്ന അവർ കയ്യിൽ നിന്നും ഇത് അടിച്ചു മാറ്റാനും അവരെ ഭീഷണിപ്പെടുത്താനും കൊല്ലാനും ഒക്കെ ഉണ്ട്. അപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവരൊരു ആയുധമില്ല, പുറത്ത് നിൽക്കുന്ന ഒരു ആയുധമുണ്ട്. ഇവർ തമ്മിൽ അപ്പോൾ അവർ ഈ ആയുധം കൊണ്ട് കുഴിച്ചിടാൻ തുടങ്ങി. കാലത്തെ ഈ പറയുന്ന പോലെ നോക്കുമ്പോൾ ഇതാ ഒരു 10 മണിയാകുമ്പോൾ ആശുപത്രിക്കകത്ത് ഈ രാത്രി പരിക്കേറ്റ ആൾക്കാരുടെ കൊണ്ട് അവിടെ വാഹനമൊന്നുമില്ല, ഈ പറയുന്ന കഴുത വണ്ടി കുതിര വണ്ടിയിലൊക്കെ ആയിട്ട് എല്ലാം വാരി പറക്കിയിട്ട് കൊണ്ടുവരും. 50 മുതൽ 100 പേരൊക്കെയാണ് ഒരു മണിക്കൂറിനകത്ത് കാഷ്വാലിറ്റി എത്തുന്നത്, നാസർ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി എത്തുന്നത്. അതിൽ ഈ പറയുന്ന ബഹുഭൂരിപക്ഷം പേര് ഇതുപോലെയൊക്കെ തന്നെയാണ്. ആശുപത്രിയിൽ എമർജൻസി വിഭാഗത്തിൽ കിടക്കകളില്ലേ, കാരണം കിടക്ക എല്ലാം എടുത്തുകൊണ്ട് പോയി. കാരണം ആരും കൂടി ആ കിടക്ക ഉണ്ടെങ്കിൽ ആ കിടക്ക ആശുപത്രി വേറെ കിടക്കയില്ല. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ വിടില്ല. അപ്പോൾ എല്ലാ ചികിത്സയും താഴെ ഈ പറഞ്ഞ ഗ്രൗണ്ടിൽ, അവിടെ ഗ്രൗണ്ടാണെങ്കിൽ മുഴുവൻ രക്തവും ഈ പറയുന്ന വൊമിറ്റസും ബ്രെയിനും ഒക്കെ ആയിട്ട് അങ്ങ് ചളകുളമായിരിക്കുന്ന ഒരു ഗ്രൗണ്ട്. അവിടെയാണ് ഈ പറയുന്ന മുഴുവൻ ചികിത്സയ്ക്ക് നടക്കുന്നത്. ഈ പറയുന്ന IV ഫ്ലൂയിഡ് ഇല്ല, ആൻറ്റിബയോട്ടിക്കുകളില്ല. തല പൊട്ടി തലയ്ക്ക് പരിക്കേറ്റ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൻക്യൂബേറ്റ് ചെയ്തിട്ട് അവരെ CT സ്കാൻ എടുത്ത് നോക്കിയിട്ട് സർജറി വേണമെങ്കിൽ ഇതെല്ലാം ചെയ്യാം. പക്ഷേ സർജറി ചെയ്താലും വെന്റിലേറ്റർ ഇല്ല. അപ്പോൾ പിന്നെ ചെയ്യാതിരിക്കുക. ഇവരെല്ലാം കൊണ്ട് അടുക്കിക്കൊണ്ട് മരിക്കുന്ന ഒരു റൂം, ബ്ലൂ ഏരിയ എന്ന് പറയും. അവർ ജീവനുള്ള ആൾക്കാരെ മരിക്കാനായിട്ട് വിടുന്ന ഒരു സ്ഥലമായി ഒരു റൂമാവും. ബാക്കിയുള്ള സ്ഥലത്ത് മുഴുവൻ ഈ പറയുന്ന ലാപ്രോട്ടമിക്ക് എന്തെങ്കിലും കയറി രക്ഷപ്പെട്ട ആൾക്കാരാണെങ്കിൽ രക്ഷപ്പെടും, ചെസ്റ്റ് ട്യൂബ് ഇട്ടിട്ട് രക്ഷപ്പെടുന്നതാണെങ്കിൽ രക്ഷപ്പെടും. ഇതിനേക്കാൾ ഇതിൻ്റെ ഒരു ഇരട്ടി വരും അവിടെ ഗ്രീൻ ഏരിയയിലുള്ള എല്ല് പൊട്ടൽ. അത് ഹോസ്പിറ്റൽ മുഴുവൻ നിറച്ചും ഈ എല്ല് പൊട്ടൽ ആൾക്കാരുടെ ഏരിയയാണ്. ആ മുഴുവൻ എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ ടെൻറ്റ് ഉണ്ടാക്കിയിട്ട് അവിടെയാണ് കഴിയുന്നത്. അതിന് കമ്പിയില്ല. അപ്പോൾ കമ്പി കയ്യിലിടുന്ന കമ്പി എക്സ്റ്റേണൽ ഫിക്സേറ്റർ പോലും ഇല്ല. അപ്പോൾ കമ്പി ഇല്ലാതെ ഇവർ എന്ത് ചെയ്യുന്നത്, കമ്പി ഇട്ട ആൾക്കാരെ നിന്ന് ഇവർ നേരത്തെ ചട്ടം കിട്ടും, നേരത്തെ തന്നെ വാങ്ങിച്ചു വെക്കും, പൈസ കൊടുത്ത് റെഡിയാക്കി വെച്ചേക്കും. ഈ എല്ല് ചേരണ്ടേ. അപ്പോൾ അവർ പറയുമ്പോൾ ഡോക്ടർ ചോദിക്കുമ്പോൾ എന്നാ ഊരുന്നത് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ എക്സ്റേ എടുത്തപ്പോൾ 2 മാസം കഴിഞ്ഞത് അഥവാ പറഞ്ഞു പോയാൽ 2 മാസം കഴിഞ്ഞ ഡേറ്റിൽ അവനത് വിറ്റിട്ടുണ്ടാവും. മറ്റൊന്നും ചോദിക്കും. അവൻ ഈ പറഞ്ഞ ഈ 2 മാസം വെയിറ്റ് ചെയ്യുകയാണ് ഇവൻ്റെ ഈ പറഞ്ഞ സാധനത്തിന് വേണ്ടിയിട്ട്. അത് വലിയ വഴക്കായിട്ട് അവൻ ഇത് ഊരിയിട്ട് വീട്ടിൽ പോയിട്ട് ഇത് ഊരിയിട്ട് മറ്റവന് കൊടുക്കും. അവൻ്റെ എല്ല് ചേർന്നിട്ടില്ല, മറ്റവൻ്റെ എല്ല് ചേർന്നിട്ടില്ല. അകത്തിടുന്ന കമ്പിയാണെങ്കിൽ അവൻ 5-6 പേർക്ക് വിട്ടുണ്ടാവും. പ്രഗ്നൻ്റ് ആയ സ്ത്രീകൾ ഈ പറയുന്ന അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കും. ആ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഗ്നൻ്റ് ആയ സ്ത്രീകളുടെ മൂത്രം എടുത്ത് ശേഖരിച്ച് വെക്കും, ഒളിച്ചു വെക്കും. എന്നിട്ട് അവിടെ നിന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതെടുത്ത് കൊടുക്കും. അങ്ങനെ ഈ പറയുന്ന കിട്ടും. വീട്ടിൽ ഈ ആണുങ്ങൾ മുഴുവൻ ഇല്ലാതാവുമ്പോൾ പിന്നെ സ്ത്രീകൾ ഇത് സ്ഥലത്ത് പോകും. ഇതേ സ്ഥലത്ത് ഈ പറഞ്ഞ ഈ സ്ത്രീകൾ പരിക്കേറ്റും. അങ്ങനെ സ്ത്രീകളായി അവസാനമൊക്കെ ആകുമ്പോൾ സ്ത്രീകളാണ് കൂടുതൽ വരുന്നത്. കുട്ടികൾ വഴിയിലിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകും, കാണുന്ന വണ്ടിയിലേക്ക് കയറിപ്പോവും, എവിടെയെങ്കിലുമൊക്കെ കയറിപ്പോയിട്ട് അവസാനം ആരെങ്കിലും പറഞ്ഞ് ഞാൻ കൊണ്ടുവിടാൻ തുടങ്ങി, അടുത്ത ട്രക്കിൽ കയറ്റി വിടും. അവസാനം അവർ ഈ പറയുന്ന ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സെൻ്റർ 8, 10 വയസ്സായ കുട്ടികൾ ഈ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സെൻ്റർ എത്തും. ഈ രാത്രി 1 മണിക്ക് 2 മണിക്ക് അവിടെ എത്തുമ്പോൾ അവിടെ ഒച്ചയാണ്, ടപടപടപടെ ഒച്ചയും ഈ പറഞ്ഞ ഈ പൂരക്കാഴ്ച പോലെയാണ്. ഇത് കണ്ടിട്ട് ചാടി എണീറ്റ് ഇങ്ങനെ നിന്ന് നോക്കും. നിൽക്കുന്ന നിപ്പിൽ അവർ പുറത്തൊരു 10-50 ബുള്ളറ്റും കയറും. അപ്പം താഴെ വീഴാണ്. ഈ വീഴിച്ച് നോക്കണ്ട. അവർ ഈ പറഞ്ഞ എന്താണെന്ന് അറിയാം. ഇപ്പൊ കുട്ടികളല്ലേ പെട്ടെന്ന് ഒരു ഒച്ച വെക്കുമ്പോൾ വെളിച്ചം കാണുമ്പോൾ വീഴിച്ച് നോക്കും. ഇങ്ങനെ ആ വീഴിച്ച് നോക്കുന്ന അവസ്ഥ അപ്പോൾ ഒരു 50 എണ്ണം കയറും. ഇപ്പോൾ ഈ ടെൻറ്റുകളുടെ കാര്യം പറഞ്ഞു. ഈ ടെൻറ്റുകൾ ആശുപത്രികളും ടെൻറ്റുകളിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ടെൻറ്റുകളിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ, അതായത് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ എങ്ങനെയാണ്? ഇത്തരം വളരെ മോശമായ സാഹചര്യങ്ങളാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. സുരക്ഷ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അങ്ങനെ ഒരു പ്രദേശത്തും ഈ പറയുന്ന നമ്മൾ പോകുന്ന ഒരു മേഖലയിൽ പോലും നമ്മളിങ്ങനെ ഈ പറയുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് അണിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഹെൽമെറ്റ് വെച്ചിട്ടോ ഒന്നും അല്ല പോകുന്നത്. ആക്ച്വലി ഈ സ്ഥലം നമ്മൾ ഹ്യൂമാനിറ്റേറിയൻസ് ആണെന്ന് പറയുകയും അങ്ങനെ ആ കമ്മ്യൂണിറ്റിയെ അവരുടെ ഒരു പ്രശ്നത്തിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്.
പിന്നെ ഈ പറയുന്ന പോലെ ഹോസ്പിറ്റലല്ലേ, നമ്മൾ മിക്കവാറും ഹോസ്പിറ്റൽസിലാണ് വർക്ക് ചെയ്യുന്നത്. ഹോസ്പിറ്റൽസ് സാധാരണഗതിയിൽ അങ്ങനെ ബോംബ് ചെയ്യില്ലെന്നുള്ള അതൊരു അന്താരാഷ്ട്ര നിയമമാണ്. അതെല്ലാം മാനിക്കുമെന്ന് ഇപ്പൊ ഈ ട്രൈബൽ സംഭവം പോകുമ്പോൾ രണ്ടുപേർക്കും ആവശ്യമുണ്ട്. ഇവിടെ ഇവർക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടും ഇസ്രയേലിന് ഈ പറയുന്ന ആശുപത്രികൾ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് അവർ ബോംബ് ചെയ്യേണ്ടി വരുന്നത്. മറ്റേ ഒരേ ആശുപത്രി തന്നെ രണ്ടുപേർക്കും ആശ്രയിക്കേണ്ടി വരുന്ന ആശുപത്രികളുണ്ട്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ അവിടെ കഴിയുമ്പോൾ ഒന്ന് ആശുപത്രിക്ക് അകത്ത് തന്നെയാണ് കഴിയുന്നത്. നമ്മൾ കൊണ്ടുപോകുന്ന ഭക്ഷണം പോലും നമ്മൾ ഭക്ഷണം കരുതിയിട്ടാണ് പോകുന്നത്. പക്ഷെ ഭക്ഷണമൊക്കെ പറഞ്ഞ് അവിടെ പോകുമ്പോൾ നോക്കുമ്പോൾ എന്താ, ഡോക്ടർമാരും അവിടെയുള്ള ഒരു സ്റ്റാഫിനും ഈ പറയുന്ന ക്യൂ ഒന്നും നിൽക്കാൻ കഴിയില്ല. അവരും ഭക്ഷണം കഴിക്കില്ല. ഇപ്പം നമുക്കും കഴിക്കാൻ പറ്റില്ല. അവസാനം വൈകിട്ടാവുമ്പോൾ എല്ലാവരുടെ കയ്യിലുള്ള സാധനമൊക്കെ മേടിച്ചിട്ട് നമ്മളൊരു എന്തെങ്കിലും ഈ പറയുന്ന കുപ്പൂസോ അതുപോലെ സാധനവും ഈ പറയുന്ന എന്തെങ്കിലും പയറ് കറിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൊണ്ട് കഴിക്കുകയും ചെയ്യുന്നത്. ഒരു നേരത്തെ ഭക്ഷണം മാത്രമേ കിട്ടത്തുള്ളൂ. വെള്ളം ഇല്ലാത്തതുകൊണ്ട് വാസ്തവത്തിൽ ഈ പറയുന്ന കുളി നനയെന്ന് പറയുന്ന പരിപാടി നടക്കില്ല. അതൊരു നമുക്ക് നടത്താൻ പറ്റാത്ത കാര്യമാണ്. നമ്മൾ ഡോക്ടർമാരായിട്ട് സർജന്മാരെ പോയാൽ പോലും അവിടെ ഒരു അഭയാർത്ഥികളായിട്ട് അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിട്ട് മാത്രമേ നിൽക്കുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് നാസർ ഹോസ്പിറ്റലിൽ ബോംബ് ചെയ്തപ്പോൾ ഒരു ഐസിയുവിൽ ആരോ കിടക്കുന്നു പറഞ്ഞിട്ട് അവരുടെ ഈ പറഞ്ഞ ഏതൊരു നേതാവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഐസിയുവിലേക്ക് മിസൈലും കൊണ്ടുപോയത്. ഐസിയുവിനകത്ത് മിസൈൽ ഏറ്റില്ല. അവിടെ ഉണ്ടായിരുന്ന കുറേ രോഗികളും ഡോക്ടർമാരും നഴ്സുമാരും ഏകദേശം 25 പേര് മരിച്ചു. ഇന്റൻസിവിസ്റ്റ് അടക്കം മരിച്ചു. എല്ലാ യന്ത്രവും ഐസിയു അങ്ങ് അടച്ചു പൂട്ടേണ്ടി വന്നു. സെക്കൻഡ് ബോംബിങ് ഏറ്റവും മുകളിൽ, ഹോസ്പിറ്റലിന് ഏറ്റവും മുകളിലാണ്. നമ്മൾ എമർജൻസി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും മുകളിൽ ബോംബ് ചെയ്തു. അവിടെ മെഡിക്കൽ വിദ്യാർത്ഥികളും നഴ്സുമാരുമാണ്. അതിൻ്റെ കൂടെ റോയിറ്റേഴ്സിൻ്റെ 2 പത്രലേഖകരുണ്ടായിരുന്നു. അവരപ്പോൾ തന്നെ മരിച്ചു. അവരെ എടുക്കാൻ പോയ ഈ പറഞ്ഞ പരിക്കേറ്റ കുറേ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ബോംബിങ് എല്ലാവരും ഓടിച്ചാടി പോയി ഉടനെ നോക്കും. 50ഓളം പേര് പോയി. അതിനെ ബാക്കിയുള്ളവരെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിന്നപ്പോൾ അവന് പുറത്തൂടെ രണ്ടാമത്തെ ബോംബ്. അത് അവിടെ നിന്നില്ല, ഇടിഞ്ഞു പൊഴിഞ്ഞ് താഴെ വീണു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടറുണ്ട് നൗഫൽ. അയാൾ എൻ്റെ കൂടെ നിൽക്കുക. അപ്പോൾ അയാൾ ഈ ഫസ്റ്റ് ബോംബിങ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഫോൺ വരുന്നുണ്ട്, ചറവറ അടിക്കുന്നുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ അയാളുടെ അമ്മ ചോദിക്കുന്നുണ്ട്, അവർ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവൻ പറയുന്നത് ഞാൻ സുരക്ഷ പറഞ്ഞ് കേൾക്കുന്നില്ല, റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് കേൾക്കുന്നില്ല. ഇവൻ എന്നോട് പറഞ്ഞിട്ട് പോവുകയാണ്, ഇപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് ഈ റേഞ്ചുള്ള സ്ഥലത്ത് പോയിട്ട് അമ്മയെ വിളിച്ചിട്ട് ഇതാ വരുന്നെന്ന് പറഞ്ഞു. ഇവൻ പുറത്ത് പോയി അവിടുന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടാമത് ബോംബ്. അത് ഇടിഞ്ഞു പൊളിഞ്ഞ് അവൻ്റെ തല വീണ്. 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവൻ്റെ മൃതദേഹമാണ് ഇവർ കാണുന്നത്. നമ്മളത് സർട്ടിഫൈ ചെയ്യുക. ഇത് ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒരു രക്ഷയില്ല. ഇത് മാത്രമല്ല, ഒരാള് തലയ്ക്ക് വെടിയിട്ട് പറഞ്ഞ ഒരു സൈഡ് വെടിയിട്ട് ബുള്ളറ്റ് ഇപ്പുറത്തോടെ പോയി ബ്രെയിൻ മാറ്റർ താഴെ വീണ് കിടക്കുക. അവരെ കൂടെ അവൻ്റെ അമ്മയുണ്ട്. അപ്പം ന്യൂറോ സർജൻ വന്നിട്ട് നോക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞു. ബ്രെയിൻ മാറ്റർ പുറത്ത് മരിച്ചു കഴിഞ്ഞ് കൺഫർമേഷൻ ഒന്നും വേണ്ട. കക്ഷി നോക്കാതെ അടുത്ത രക്ഷപ്പെടുത്താൻ പറ്റുന്ന രോഗി നോക്കി പോവാ. അപ്പോൾ ഇയാളുടെ കൈ പിടിച്ചു വലിക്കുന്നുണ്ട്. അയാൾ അടുത്ത് നോക്കി പോവാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വേറെ ഡോക്ടർ എന്ന് പറഞ്ഞു മരിച്ചു കഴിഞ്ഞാണ് മാറ്റുന്നത്. അവർ പറ്റില്ല, ഈ ന്യൂറോ സർജൻ നോക്കാത്തതുകൊണ്ടാണ് ഇയാൾ മരിച്ചത്. ഇന്ന് ഭയങ്കര ബഹളം, ഒരു രക്ഷയില്ലാത്ത ബഹളം. അതിൻ്റെ കൂടെ ഒരു 10-20 പേര് പുറത്തുനിന്ന് ഇങ്ങനെ ഇടിച്ചു കയറി ആ ഡോക്ടറെയൊക്കെ നോക്കി പിടിക്കുന്നു, ഇടിക്കുന്നു. അതിൻ്റെയൊക്കെ ആരോ 2 പേരും സീലിങ്ങിനിട്ട് വെടിവെക്കുന്നു. നമ്മളൊക്കെ കിടന്ന് ഉരുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആ കാഷ്വലിൻ്റെ പുറത്തിറങ്ങി നമ്മൾ പോയി. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നത്. 2 മണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ മുഴുവൻ മൃതദേഹം, എല്ലാവരും മരിച്ചു. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പേര് മരിച്ചു. ഇത് ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന ഇതുപോലെ 100 കണക്കിന് കാര്യങ്ങൾ നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ സുരക്ഷ എന്ന് പറയുന്ന വാസ്തവത്തിൽ ഈ പറയുന്ന ഒരു ബിലീഫാണ്. നമുക്ക് ഈ പറയുന്ന ഹോസ്പിറ്റലിൽ ബോംബ് ചെയ്യില്ലെന്നും ഇങ്ങനെ ബിലീഫാണ്. ഇപ്പോൾ പിന്നെ വലിയ കെട്ടിടങ്ങളാവുമ്പോൾ അതിന് മുകളിൽ ഈ പറഞ്ഞ മിസൈലൊക്കെ ഒന്ന് വിധിച്ചാലും അങ്ങനെ ഇടിഞ്ഞു വീഴില്ല എന്നൊരു ധാരണയൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഫീൽഡ് ഹോസ്പിറ്റൽസ് ആണെങ്കിൽ ഫീൽഡ് ഹോസ്പിറ്റൽ തൊട്ടടുത്ത് വരെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്ന അവിടെ റഫേലെ മേയർ ഉണ്ടായിരുന്നു. അയാൾ ഒരു രോഗിയെ കാണാൻ വേണ്ടി വന്നിട്ട് കണ്ടിട്ട് ഒരു 100 മീറ്റർ അപ്പുറത്തെത്തി കാണുള്ളൂ. 50-100 മീറ്റർ എത്തി കാണും. അയാൾ പുറത്ത് കൃത്യമായിട്ട് ഡ്രോൺ വന്നു. അയാൾ അവിടെ മരിച്ചു.
അയാളുടെ കൂടെ ഉണ്ടായിരുന്നതിന് കൈക്കാലിൽ പരിക്കേറ്റു. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ കൃത്യമായിട്ട് ബോംബ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പുറത്തുനിന്നുള്ള ആൾക്കാരായതുകൊണ്ട് അതിനൊരു വലിയ പ്രശ്നമുള്ള വേൾഡ് സെൻട്രൽ കിച്ചൺ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ കുറച്ച് ആൾക്കാർ ഇത് മുകളിൽ ഈ ഒരു വണ്ടിയിലെ മുഴുവൻ ഭക്ഷണം വിതരണം ചെയ്യുന്ന ആൾക്കാരാണ്. അവർ വണ്ടിയുടെ മുകളിൽ ഈ പറയുന്ന എല്ലാം പിന്നെ ലൊക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ട് പോകുന്ന വണ്ടിയെ ബോംബ് ചെയ്തു. അപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം അങ്ങനെ ഒരു ബോംബിങ് നടന്നിട്ടില്ല. അതുപോലെ പോകുന്ന നേരത്തെ തന്നെയാണ് വരും. പോകുന്ന നേരത്തൊക്കെ ഈ ബോർഡർ നോമാൻസ് ലാൻഡ് കഴിയുമ്പോഴേക്കും ഇങ്ങനെ 10,000-20,000 പേരാണ് നമ്മുടെ വണ്ടിക്ക് സൈഡിലേക്ക് നിൽക്കുന്നത്. അവരെങ്ങനെ ഈ പറഞ്ഞ ഈ വണ്ടി ഇങ്ങനെ പിടിച്ചിട്ട് അതിനകത്ത് നിന്ന് എല്ലാം എടുക്കാൻ നോക്കും. വണ്ടി ഒരു കോൺവോയിട്ട് അങ്ങ് പോവാണ്. വണ്ടിയുടെ പുറത്ത് വന്ന ആൾ വീഴുന്നു, വണ്ടിയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറുന്നു, അപ്പുറത്തെ വണ്ടിയിൽ നിന്ന് തെറിച്ച് നമ്മളെ വണ്ടി ഇടിക്കുന്നു, അവിടെ ഈ ഗ്ലാസ്സിലങ്ങ് ബ്ലഡ് അങ്ങ് സ്പ്ലാഷ് ചെയ്യുന്ന ആ കാഴ്ചയൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാഴ്ചയാണ്. നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ നമുക്ക് ഈ പറഞ്ഞ ഈ ഭക്ഷണം കിട്ടാതാവുന്നത് ആലോചിച്ച് നോക്കിയാൽ ഭക്ഷണം കൊടുക്കാതിരിക്കുക, ഒരു വശത്ത് ഭക്ഷണം കൊടുക്കാതിരിക്കുക, വെള്ളം കൊടുക്കാതിരിക്കുക, ചികിത്സ കൊടുക്കാതിരിക്കുക, ഇത് ഇവരെ കൊണ്ട് ഈ പറഞ്ഞ പെരിഫറിയിൽ ഈ പറഞ്ഞ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലേക്ക് എത്തിക്കുക, അവിടെ അവരെ വെടിവെക്കുക, അവരെ പരിക്കേൽപ്പിക്കുക, അവർ പുറത്തിറങ്ങുമ്പോൾ കലാപം ഉണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് അവർ ഹോസ്പിറ്റലിൽ ഈ പറഞ്ഞ ഒരു വിഷ്യസ് സൈക്കിൾ ഇങ്ങനെ മനുഷ്യനെ കൊല്ലുന്ന ഒരു വലിയ യന്ത്രമായിട്ട് ഈ സംഭവം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും തുടരുന്നുണ്ട്. ഇതുകൊണ്ട് വീണ്ടും ഹോസ്പിറ്റലിനകത്ത് വലിയ മാറ്റമൊന്നും വാസ്തവത്തിൽ ഈ പടം പറയുന്ന ഗസയിൽ ഇതുവരെ വന്നിട്ടില്ല. വെടിനിർത്തലിന് ശേഷവും ഈ പറഞ്ഞ ഭക്ഷണം കൃത്യമായി ഈ പറഞ്ഞ 60,000 വണ്ടികൾ കിടക്കുന്നത്, ട്രക്കുകൾ കിടക്കുന്നത്, അത് വന്നാൽ തന്നെ വലിയ വിഷയമില്ല. പക്ഷെ അത് വരുന്നില്ല. അത് വരാത്തതുകൊണ്ട് ഈ പറയുന്ന ഈ ഹങ്കർ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു അത് സമൂഹത്തെ ബാധിക്കുന്ന രീതികൾ, അതിന് സോഷ്യൽ കോൺസിക്വൻസസ്, ആൾക്കാർ എങ്ങനെയാണ് ഇത് വളരെ അടുത്ത അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരാണ് ഈ കലാപം ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊല്ലുന്നതൊക്കെ. അല്ലാതെ ദൂരെ നിൽക്കുന്ന ആൾക്കാർ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പക്ഷെ ഈ ഒരാളുടെ കയ്യിലുള്ള ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം മാത്രമല്ല, അത് വീട്ടിലെ ഈ പറയുന്ന ബാക്കിയുള്ള 20 പേർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ്, കുട്ടികൾക്കടക്കമുള്ള ഭക്ഷണമാണ്. അത് പറിക്കാൻ സമ്മതിക്കില്ല. വണ്ടിയിൽ ഈ പറഞ്ഞ ട്രക്കിനകത്തൊക്കെ വലിഞ്ഞു കയറുമ്പോൾ കാലിൽ വെട്ടും, താഴെ വീഴും, ആ ഭക്ഷണം എടുത്തുകൊണ്ട് അവനവിടെ കിടക്കും. അങ്ങനെ പോകുന്ന ഓരോ ആൾക്കാർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് പോലും അതിൻ്റെ ഈ ഹങ്കറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പിന്നെയാണ് കണ്ടെത്താൻ കഴിയുക. അപ്പോൾ ഇത് അവിടെ നടക്കുന്നുണ്ട്. ഈ പറയുന്ന ഹോസ്പിറ്റൽസും അതിനകത്തൊന്നും സേഫ് അല്ലെന്ന് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷെ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് നമ്മളവിടെ പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് നിങ്ങൾ വന്നിട്ട് ഒരു പണി ചെയ്തില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, നിങ്ങൾ വന്നല്ലോ, ഒരാളെങ്കിലും വന്ന് ഇത് കണ്ടല്ലോ, നിങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് കഴിഞ്ഞിട്ട് മരിക്കാൻ ഒരു കുഴപ്പമൊന്നുമില്ല. ആ നിലവാരത്തിൽ അവർ പറയുന്നത്. ഇത് കാണാൻ വേണ്ടി ഒരാൾ വരിക എന്നുള്ളത് തന്നെയാണ്, വിറ്റ്നസ് ചെയ്യുക, അത് കാണുക. നമ്മളത് വിറ്റ്നസ് ചെയ്ത് നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട്, കോടതികളിലൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷെ അത് അവർക്കുണ്ടാവുന്ന ഫീലിംഗ്, 100 പേരാണെങ്കിൽ 100 പേര്, ഒരാൾ അവരുടെ കൂടെ നിൽക്കുന്നു എന്നൊരു തോന്നൽ, ഒരു അവസാനിക്കാൻ പോകുന്ന ജനതയോ അവസാനിക്കാൻ പോകുന്ന സ്ഥലത്തിലെയോ അവസാനിക്കുന്ന വീട്, ഇങ്ങനെ ഇവിടെയൊക്കെ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ആരെങ്കിലും അവരെ കൂടെ നിന്ന് കാണുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇങ്ങനെ ഒരു ജോലി എന്ന് പറയാൻ കഴിയില്ല, സേവനമാണ്. ഈ ഒരു പ്രദേശം, ഈ ഒരു ഏരിയ തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം എന്താണ്? എനിക്ക് തോന്നുന്നൊരു ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഞാൻ പഠിച്ചത്. അപ്പോൾ അന്ന് ഞാൻ ഈ 1991 നമ്മൾ ലാത്തൂരിലൊരു എർത്ത് ഉണ്ടായിരുന്നു. ലാത്തൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർണാടക മഹാരാഷ്ട്ര ബോർഡറിൽ വരുന്ന സ്ഥലമാണ്. ഈ കല്ലുകളൊക്കെ അടുക്കി വെച്ചിട്ട് അതിന് പുറത്ത് ടിൻ ഷീറ്റ് വിട്ട് അതിന് പുറത്തും കല്ലൊക്കെ വെച്ചിട്ടുള്ള വീടുകളാണ്. മരിക്കാൻ കാരണം ഈ വീടുകളാണ്. അപ്പോൾ അന്ന് വലിയ എർത്ത് ഒത്തിരി പേര് മരിച്ചതുകൊണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് ആൾക്കാരൊക്കെ ഒരു ടീം അങ്ങ് പോയി. അപ്പം നമുക്ക് അറിയില്ലല്ലോ ഈ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നമ്മളങ്ങ് ഇറങ്ങി പുറപ്പെടുക ചെയ്യുന്നത്. നമ്മളൊരു 20 പേരുള്ള ടീം ഒക്കെ പോയി. നമ്മുടെ കയ്യിൽ ഇങ്ങനെ വലിയ മരുന്നുകളോ അങ്ങനെ ഒന്നുമില്ല. അപ്പം അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾക്ക് ഒരു സാധനം ഈ പറഞ്ഞ ആൾ പോയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം ആശുപത്രി അടക്കം ഇടിഞ്ഞു പൊളിഞ്ഞു വീണു, ഒരു സാധനം കൂടെ ഇല്ല. അപ്പോൾ അപ്പോഴാണ് ഈ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് അവർ ഒരു കണ്ടെയ്നർ ഹോസ്പിറ്റലുണ്ട്, കണ്ടെയ്നർ ഇങ്ങനെ ഷിപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കണ്ടെയ്നർ ഇങ്ങനെ
ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് അവിടെ ഇടും. ഇട്ട് കഴിഞ്ഞാൽ തുറക്കുമ്പോൾ 2-3 കണ്ടെയ്നർ ഉണ്ടെങ്കിൽ ഒരു വലിയ ഹോസ്പിറ്റലായി മാറ്റാം. ടെൻറ്റുകളൊക്കെ അടിച്ചിട്ട് ഒരു ഹോസ്പിറ്റലായി മാറ്റാം. തിയേറ്റർ ഉണ്ട്, ICU ഉണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട് അവിടെ. അപ്പോൾ അവർക്ക് ആവശ്യം ഇത്രയും വോളണ്ടിയേഴ്സിന് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ പോയത് കറക്റ്റായി. നമുക്ക് കയ്യിൽ സാധനമില്ല, ഇവരുടെ കയ്യിലൊക്കെ സാധനമൊക്കെ ഉണ്ട്, ചെയ്യാനൊക്കെ നമ്മൾ കൂടെ നിന്നാൽ മതി. അപ്പോൾ അപ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു സംവിധാനത്തെക്കുറിച്ച് ഇതൊരു പോസിബിലിറ്റിയാണെന്നുള്ളത്. ഈ പറഞ്ഞ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ റെഡ് ക്രോസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതിങ്ങനെ യുദ്ധത്തിലൊക്കെ ഇങ്ങനെ സേവനം അനുഷ്ഠിക്കുന്ന ആൾക്കാരെ കുറിച്ച്, പക്ഷെ അതിൻ്റെ ബഹുഭൂരിപക്ഷം പേരും ഡോക്ടർമാരില്ല. നമ്മൾ ഹോസ്പിറ്റൽ നടത്തുമ്പോൾ തന്നെ അതിന് 30% മാത്രമേ ഡോക്ടർമാരും നഴ്സുമാരും മെഡിക്കൽ സ്റ്റാഫുണ്ട്. ബാക്കി എല്ലാവരും ലോജിസ്റ്റീഷ്യൻസും ഇലക്ട്രീഷ്യൻസും ടെൻറ്റ് നന്നാക്കുന്ന ആൾക്കാരും അത് ഇറക്റ്റ് ചെയ്യുന്ന ആൾക്കാരും സാധനങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരും ഒക്കെയാണ്. അവരൊക്കെയാണ് അതിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മൾ ആലോചനയില്ലല്ലോ. ഒരു ഹോസ്പിറ്റൽ തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം വേണ്ടിയിരുന്നത് വെള്ളവും ഇലക്ട്രിസിറ്റിയുമാണ്. അതൊന്നും ഇല്ലെങ്കിൽ നടക്കില്ല. ഇതൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഡോക്ടർമാരെ കൊണ്ട് യാതൊരു ഉപയോഗമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ സംഘാടനം, ഇതിനകത്ത് പ്ലാനിങ്, സംഘാടനം, അതിൻ്റെ പ്രിപ്പറേഷൻ, ഈ പൈസ ഉണ്ടാക്കുക, ഇങ്ങനെ ഒരു വലിയൊരു ഒരു ബാക്ക് എൻഡിൽ നടക്കുന്ന വലിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ വർക്ക് പോകുന്ന നമുക്കൊരു ഇതാണ് പറയുന്നത്, ഒരു വെളിപാട് പോലെ നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനൊരു കൂടെ 1 മാസം ആയിരുന്നു ബാക്കിയിരുന്നത്. ഞാൻ കുറച്ചുകൂടെ നിന്നു, ഒരു 3 മാസം കൂടെ നിന്നിട്ടാണ് വന്നത്. പിന്നെ അപ്പോഴാണ് തീരുമാനിച്ച് എന്തായാലും ഇവരും കൂടെ ഈ പഠിത്തം കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഇന്ത്യയും മോശമൊന്നുമില്ല കേട്ടോ. നമ്മൾ ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ വിചാരിക്കുന്ന ആഫ്രിക്കയാണ്. ബീഹാറും ഛത്തീസ്ഗഡും ഒക്കെ അതിനെക്കാട്ടിയും മോശമായ സ്ഥലങ്ങളാണ്. അപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞിട്ട് MBBS കഴിഞ്ഞ് വർക്ക് ചെയ്തിരുന്നു. പിന്നെ PG കഴിഞ്ഞപ്പോഴാണ് ഓർത്തോപെഡിക്സിനാണ് എടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ എർത്ത്ക്വേക്സിൽ ആണ് പോയി തുടങ്ങിയത്. അപ്പോൾ അതങ്ങനെ ഒരു എന്താ പറയുന്നത്, ഇത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാറ്റമാണ്. അങ്ങനെ നമ്മുടെ കരിയറായിട്ടും ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് വേറൊരു ഇൻസൈറ്റ് ആയിരുന്നു. യുക്രൈനിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. യുക്രൈനിലെ നിലവിലെ ഒരു സാഹചര്യം എന്താണ്? ഫ്രണ്ട് ലൈനിൽ നമ്മൾ നോക്കുമ്പോൾ നേരത്തെ യുദ്ധം തുടങ്ങിയ സമയത്തൊക്കെ റഷ്യക്ക് ഭയങ്കരമായിട്ടൊരു മുൻകൈ ഉണ്ടായിരുന്നു. ഒരു ഗീവോയിലേക്ക് വന്ന് പിടിച്ചു. ഇപ്പോഴത്തെ ഹെർസോണും ബാക്കി എല്ലാ സ്ഥലമൊക്കെ പിടിച്ചിരുന്നതാണ്. അതിപ്പോൾ കുറച്ച് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ കഴിയുമ്പോഴേക്കും ഈ പറയുന്ന അവർ ഈ യുക്രൈൻ കുറേയൊക്കെ തിരിച്ചു പിടിക്കുന്നുണ്ട്. പിന്നെ ഒരു വാർ ഓഫ് അട്രീഷൻ ചില ഒരു ഫ്രണ്ട് ലൈൻ വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെയുള്ള ഒരു ആൾക്കാർ ഈ ട്രെഞ്ച് കുഴിച്ച് അവിടെ ഇരുന്നിട്ടുള്ള ഒരു യുദ്ധമാണ് പിന്നെ നടന്നിട്ടുള്ളത്. ഒരു അട്രീഷൻ എന്ന് പറയുന്നത് കുറേ നാളത്തെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂവ്മെൻറ്റും ഇല്ലാതിരിക്കുന്ന കുറേ ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്തും മരിക്കുന്നുണ്ട്. അത് വളരെ ക്രൂഷ്യലാണ്. പ്രത്യേകിച്ച് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ കുറവാണ്. റഷ്യ വലിയ രാജ്യമായതുകൊണ്ട് കൂടുതൽ ആൾക്കാരുണ്ട്, അവർ മൊബിലൈസ് ചെയ്യുന്നുണ്ട്. അവർ ഈ പറഞ്ഞ ആൾക്കാർക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു സംഭവം. പക്ഷേ ഇപ്പോഴത്തെ ടോട്ടലി 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും വാർഫെയർ മൊത്തമായിട്ടങ്ങ് മാറി. കംപ്ലീറ്റ് ടെക്നോളജി ബേസ്ഡ് ആയിട്ട് മാറായി. ഇപ്പോൾ കംപ്ലീറ്റ് 2 സൈഡിലും ഈ പറയുന്ന ടാങ്കുകളൊക്കെ അപ്രസക്തമായി. എനിക്ക് തോന്നുന്നു ഒരു ഫ്യൂച്ചർ വാറിൻ്റെ എല്ലാ കാര്യങ്ങളും വാസ്തവത്തിൽ യുക്രൈനിൽ ആ വാറിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. മുഴുവൻ ഡ്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോണിൻ്റെ ഫ്ലീറ്റ്സ് ആണ്. നമ്മൾ ഒരു ഡ്രോൺ അങ്ങനെയൊന്നുമല്ല. അവിടുത്തെ പലതരം ഡ്രോൺ, നമ്മൾ ഈ പറയുന്ന ഈ ആർമിയിലൊക്കെ പോയി ഇൻഫൻട്രി പറയുന്ന ആർട്ടിലറി എന്നൊക്കെ പറയുന്ന പോലെ ഓരോ ഡ്രോണിൻ്റെ കൂട്ടത്തിനും പ്രത്യേക പേരൊക്കെ ഉണ്ട്. ഈ പറയുന്ന സർവൈലൻസ് ഡ്രോണ്, ബോംബിംഗ് ഡ്രോണ്, റിക്കണൻസ് ഡ്രോണ്, ഫസ്റ്റ് പേഴ്സൺ ഡ്രോൺ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള ഡ്രോണുകളുടെ ഫ്ലീറ്റുകളാണ്. ഒരു 5 മുതൽ 10 കിലോമീറ്റർ വരെയുള്ള ഫ്രണ്ട് ലൈനിൽ മുഴുവൻ ഈ ഡ്രോൺസ് മാത്രമേ ഉള്ളൂ. ആ ഡ്രോൺ 2 സൈഡിലും ആ ഡ്രോൺസിന്റെ ഏരിയ കടന്ന് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യർക്ക് ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഡ്രോണുകൾ കൺട്രോൾ ചെയ്യുന്നൊക്കെയാണെങ്കിൽ വളരെ പുറകെ നിന്ന് കൺട്രോൾ ചെയ്യുന്നതാണ്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന ആർമിക്കാർ പോലുമല്ല, ഈ ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്ന ആൾക്കാരാണ്. കുട്ടികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ വലിയ കേണലൊക്കെ ആകുന്ന കുട്ടികളൊക്കെയാണ്. അവർക്കാണ് അതിൻ്റെ സ്കില്ല് ഏറ്റവും കൂടുതലുള്ളത്. ടോട്ടലി ആ വാർ മാറിക്കഴിഞ്ഞു. ഡോക്ടർക്ക് ഇപ്പോൾ മറ്റു രാജ്യങ്ങളിൽ, ഇപ്പോൾ യുദ്ധമുഖത്താണെങ്കിൽ പോലും മറ്റു രാജ്യങ്ങളിൽ പ്രവർത്തിച്ച പരിചയം ഉണ്ട്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ഈ നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ ഒരു രീതി, അതായത് രോഗികൾ എത്തുന്നതും അതും മറ്റു രാജ്യങ്ങളിലെ ആശുപത്രികൾ തമ്മിലുള്ള ഒരു വ്യത്യാസം, അതിനെങ്ങനെയാണ് ഡോക്ടർ താരതമ്യം ചെയ്യാൻ കഴിയും?
ഉം, ഒന്ന് അങ്ങനെ താരതമ്യം ചെയ്യാനായിട്ട് ഈ പറഞ്ഞ സിസ്റ്റംസ് തമ്മിലുള്ള വ്യത്യാസമുണ്ട്, അതെ. റിസോഴ്സ് തമ്മിൽ വ്യത്യാസമുണ്ട്, വരുന്ന രോഗികളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾക്ക് അങ്ങനെ ഇവിടുത്തെ ഒരു വോളിയം എടുത്തുകൊണ്ട് ഈ വോളിയം ഒരിക്കലും കമ്പയർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇപ്പൊ ഈ ഇംഗ്ലണ്ടിലായാലും ജർമ്മനിയിലായാലും ഫ്രാൻസിലായാലും ഒക്കെ നല്ല സിസ്റ്റംസ് ആണ്. പക്ഷെ അവിടെ അതൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വാസ്തവത്തിൽ ഈ പറയുന്ന അവിടുത്തെ ഒരു മാക്സിമം മാസ് കാഷ്വാലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 50 മുതൽ 100 പേരൊക്കെയാണ്. അത് വലിയ കാഷ്വാലിറ്റി ആയിട്ടാണ് ഒരു നമ്മുടെ ദൈനംദിനം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 1000 മുതൽ 1500 പേരാണ് വരുന്നത് എമർജൻസിയിൽ മാത്രം. 1000 മുതൽ 1500 എമർജൻസിയിൽ മാത്രമായിട്ട് വരുന്നതിന് ഇത്രയും പേരുണ്ട്. ഒ പി അത് വേറെയാണ്. അപ്പോൾ ഇത്രയും കൈകാര്യം ചെയ്യാനായിട്ട് ഉള്ള സിസ്റ്റമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അവിടെ ട്രയേജൊക്കെ ഇപ്പോൾ ഒരു ചെറിയ മുറിവായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി ട്രയേജിൽ. ആൾക്കാർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാരായാലും പോലും വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഇവിടെ ആണെങ്കിൽ അങ്ങനെയല്ല, അപ്പോൾ കാണേണ്ടി വരും, അപ്പോൾ തന്നെ അവർക്ക് അസുഖം എന്ന് പറഞ്ഞ നിർബന്ധം പിടിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ അത് കിട്ടുന്നുണ്ട്. എമർജൻസിക്കകത്ത് നോക്കുമ്പോൾ ഒരു രോഗിക്ക് അവരെത്തിയതിന് ശേഷം എത്ര പെട്ടെന്നാണ് ഈ ഒരു ചികിത്സ കിട്ടിയെന്നുള്ളത് നോക്കുമ്പോൾ നമ്മൾ വളരെ മുന്നിൽ നിൽക്കുന്നു. എല്ലാവർക്കും അത് കിട്ടുന്നുണ്ട്, എല്ലാവർക്കും ഇൻവേരിയബിൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ സീരിയസ് ആയിട്ടുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഈ ട്രയേജ് ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും അവർക്ക് ഇതിനകത്ത് നിന്ന് ഈ പറഞ്ഞൊരു പ്രയോറിറ്റി കിട്ടാതെ പോകുന്നുണ്ട്. ഹാർട്ട് അറ്റാക്കോ ഇല്ലെങ്കിൽ ഈ പറയുന്ന വലിയ പരിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ വാസ്തവത്തിൽ അവർ അങ്ങനെയുള്ള രോഗികളൊന്നും ഉണ്ടായിരിക്കും, കാരണം ബോധം കാണത്തില്ല. അപ്പം അവരെ തിരിച്ചറിഞ്ഞിട്ട് അവർക്കൊരു സ്പെഷ്യൽ ഈ പറഞ്ഞ ഇമ്മീഡിയറ്റ് കെയർ വേണ്ടി വരുന്ന ആൾക്കാരെയും കുറച്ച് ഡിലേഡ് ആയിട്ട് വേണ്ടി വരുന്ന ആൾക്കാരെയും വേർതിരിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം വാസ്തവത്തിൽ നമുക്കുണ്ട്. ഇവിടെ ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ പറഞ്ഞ ബെഡ്, ഒരു ബെഡിലൊക്കെ 2-3 പേര് അങ്ങനെ ആലോചിക്കാൻ പറ്റത്തില്ല പുറത്തുനിന്ന്. അവിടെ ഇതൊന്നും ആലോചിക്കില്ല. അവിടെ എല്ലാം പേഷ്യന്റ് ഒരു ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് തന്നെ ഇവിടെ എവിടെയാണ് ബെഡ് ഉള്ളതെന്ന് നോക്കിയിട്ട് ആ ബെഡിലേക്കാണ്, ഏത് ആശുപത്രിയിലാണ് ഏറ്റവും നല്ലത്, അവിടെ എത്ര ബെഡ് ഉണ്ട്, ആ ബെഡ് ഒഴിവായത് എപ്പോഴാണ്, ആ ഒഴിവായ ബെഡിലേക്കാണ് അവർക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റും. അങ്ങോട്ടേക്കാണ് അയക്കുന്നത്. നമ്മൾ അങ്ങനെയല്ലല്ലോ, നമുക്ക് അങ്ങനെ ഒരു പ്ലാനിങ് പോലും ഇല്ല. നമ്മൾ എല്ലാം കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് നടക്കുകയാണ് ചെയ്യുന്നത്. അവിടെ 2000 ബെഡ് ഉണ്ടെങ്കിൽ അവിടെ 4000 രോഗികളാണ്. അപ്പോൾ അതേസമയം ജില്ലാ ആശുപത്രിയിലൊക്കെ ബെഡുകളോട് കൊണ്ടുപോകാൻ അപ്പോൾ കുറേ ആൾക്കാർ വേണമെങ്കിൽ അങ്ങോട്ട് മാറ്റാൻ പറ്റും. പക്ഷെ നമുക്ക് ആ ട്രയൽ സിസ്റ്റവും ഇതൊന്നും നല്ലതല്ല. ഹെവി സിസ്റ്റംസ് ആണ്. ചെലവ് എന്നതിൽ ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ ആ ചെലവ് നമ്മൾ വേറെ രീതിയിലാണ് ചിലവാക്കുന്നത്. നമ്മളിപ്പോൾ പ്രൈവറ്റ് ആശുപത്രിയിലൊക്കെ പോയി ഇതിൻ്റെ ഇരട്ടി പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റത്തിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും പൈസ ഇല്ലാതെ